മറ്റേ സുന്നിയുമായിട്ട് റെക്കോർഡിങ്ങിന് പോകുന്നതിന് മുമ്പ് പിന്നെ എന്നോട് പറഞ്ഞു എന്തെങ്കിലും പുതിയ ക്ലിപ്പുകൾ ഉണ്ടെങ്കിൽ ഒന്ന് തെരഞ്ഞ ജിഷാൻ എന്നാണ്. നിങ്ങളോട് വരാന്നൊക്കെ പറഞ്ഞില്ലേ? ഹലോ, എന്നോട് വരാന്ന് പറഞ്ഞിട്ട് മൂപ്പരില് പിന്നെ മാഷം പോയിട്ട് പിന്നെ വയ്യോളിപ്പ് കാണുകയൊക്കെ ചെയ്തേ. എന്നിട്ട് പിന്നെ എന്ത് സംഭവിച്ചു? എന്ത് വരാഞ്ഞെന്നാ ഞാൻ ചോദിക്കണേ. അതന്നെ 29-ാം തീയതിയാണ് വിഷയം അട്ടിമറിയുന്നത്. പിന്നെ 29-ാം തീയതി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സംഭവം പിന്നെ ഇവരും കെ നേതാക്കന്മാരായിട്ട് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടില്ലേ? എത്ര വട്ടം 4-5 വട്ടം സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നെ എങ്ങനെ അവിടുന്ന് മെമ്പർ വിതരണമൊക്കെ കഴിഞ്ഞിരുന്നോ? മെമ്പർഷിപ്പ് വിതരണം കഴിഞ്ഞിട്ടൊന്നുമില്ല. മെമ്പർഷിപ്പ് വിതരണം അന്ന് അത് ആദ്യമായിട്ട് പരിപാടിയെല്ലാം കഴിഞ്ഞതിന് രക്ഷയില്ല ഉണ്ടാവുക. ഞാനിപ്പോ കേട്ടറിഞ്ഞ ഹക്കീം എന്തൊക്കെയോ ഓഫറുകൾ കൂട്ടുന്ന. ഹക്കീം ഓഫർ കൊടുത്തിട്ടില്ല. ഹക്കീം ഓഫർ കൊടുക്കണമെങ്കിൽ സംഘടനാപരമായ പ്രശ്നങ്ങൾ മാത്രമല്ല. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്താ പറഞ്ഞ ഹക്കീം എന്തിനാ ഓഫർ കൊടുക്കുന്നത്? കാരണം ഇനി അയാളെ കിട്ടിയിട്ട് എന്താ കാര്യം? ഇവിടെ ഏപ്പിക്കാർക്ക് ഇനി അയാളെ കിട്ടിയിട്ട് എന്താ കാര്യം? അയാൾ പറയാനുള്ള എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഒരു മിനിറ്റ്, അയാൾ പറയാനുള്ള എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇല്ല, അയ്യൂസ്ഥാനെ പറ്റുക. നിങ്ങൾ ഏപ്പിക്കാർക്ക് അയാളെ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. പക്ഷെ ഏപ്പിക്കാർക്ക് ഒരു കാര്യമുണ്ട്, അയാൾ സമസ്തന്റെ വേദിയിൽ കയറാതിരിക്കലും അവരെ വിജയ. അല്ല, ഒരു മിനിറ്റ്, സമസ്തന്റെ വേദിയിൽ അയാൾ കയറി എന്നുള്ളത് കൊണ്ട് ഇനിയിപ്പോ ഏപ്പിക്കാർക്ക് ഒന്നുമില്ല ഉണ്ടോ? കാരണം ഏപ്പിക്കാർക്ക് പേടി ഉണ്ടാകുമെന്ന് നിങ്ങൾ പറഞ്ഞ രൂപം പിന്നെ ജിഷാന്റെ കാഴ്ചപ്പാടിൽ തന്നെ ഏപ്പിക്കാർ ഭയപ്പെടണം. എന്തിന്? സ്വാഭാവികമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാനുള്ളല്ല അയാൾ ആ സീഡിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അയാള് സീഡി പറയുന്നതും ഒരാൾക്ക് ഉടലോടെ സ്റ്റേജ് മുട്ടി അല്ലല്ല, ആ വിഷയമല്ലാതെ ഇനി അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും അയാൾക്ക് പറയാനില്ല. അത് പോട്ടെ. പക്ഷേ അയാള് ഇനി ഈ ഏപ്പിക്കാർക്ക് എന്തായാലും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേറൊരു കാര്യം, ജനന മണ്ഡലത്തിന് ഇനി അയാൾക്ക് പങ്കെടുക്കാനിട്ടാവൂല. കാരണം അയാൾ ഒരു സദസ്സിൽ പോയിട്ട് ഇനി അയാൾ ആർക്കെങ്കിലും ഒരാൾക്ക് മറുപടി പറഞ്ഞാൽ നൗഷാദ് ഹസൻക്ക് മറുപടി പറയുന്നതിനകത്ത് മുജാഹിദീനെ കൊണ്ട് ആഘോഷിക്കൂലേ? ഇല്ലേ? സത്യല്ലേ? അതുകൊണ്ട് അയാളെ കൊണ്ട് അതിലൊന്നും കഴിയില്ല. അതൊക്കെ കഴിഞ്ഞു. അയാൾ ആ ഫ്യൂച്ചറൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് എന്താ അറിയോ, പിന്നെ എന്തായിരുന്നു ഇവിടെ എനിക്ക് മനസ്സിലാവുന്നാത്തൊരു വിഷയം, ജിഷാനും മൂപ്പരായിട്ട് ആദ്യ സമയത്ത് ഭയങ്കര ഉടക്കില്, ശക്തമായ ഉടക്കിലല്ല. നൗഷാദിനെ ഹസനീനെ വിളിക്കാൻ പറ്റൂല, അത്രയും മോശക്കാരനാണ്, മഹാചറ്റാണെന്നുള്ള രൂപത്തിൽ ജിഷാൻ സംസാരിച്ചത്. അല്ല നിൽക്കട്ടെ, അവിടുന്ന് മാറി ഒറ്റയടിക്ക് നിങ്ങൾ 3 പേരും കൂടെ, കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം രാമന്തലി നിങ്ങളെ ചതിച്ചുവെന്നും നൗഷാദ് ഒരു മിനിറ്റ് ജസ്റ്റ് ഒരു മിനിറ്റ് നൗഷാദ് നിങ്ങളെ ചതിച്ചു, രാമന്തലി നിങ്ങളെ ചതിച്ചു, ഈ 2 പേരും ചതിച്ചു എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അതിലൊന്നും യാതൊരു തർക്കമില്ല. ഞാൻ പറയുന്നത് പക്ഷെ ഈ 2 ചതിയന്മാരും പിന്നെ നിങ്ങളെ കൂടെയാണ് പിന്നെ കാണുന്നത്. 2 ചതിയന്മാര് കൂടെ കാണിച്ചാല് അത് 2 പേരും ഏപ്പിക്കെതിരാണ്. അപ്പൊ നിങ്ങൾ ഏപ്പിക്കെതിരാണ്. അപ്പൊ ശത്രുവിന്റെ ശത്രു മിത്രം എന്നുള്ള രൂപത്തിൽ നിങ്ങളും കണ്ടു. അതാണ് ഞാൻ മനസ്സിലാക്കി. ശരി, അപ്പൊ നിങ്ങളെ ചതിച്ചു എന്നുള്ളതല്ല. കാരണം അവിടെ കലർത്തി ഏപ്പിയുടെ തകർച്ചയായിരുന്നു നിങ്ങൾക്ക് താല്പര്യം. അല്ല, എപിയുടെ തകർച്ച ഇവർ രണ്ടാളും മുടിക്കെതിരായിരുന്നു. ഒരിക്കലും പറയില്ല, അത് മുണ്ടാൻ പാടില്ല. ജിഷാൻ അത് മുണ്ടാൻ പാടില്ല. ഒരു മിനിറ്റ് ജിഷാൻ, നമ്മളല്ല, ഞാനെതിരല്ല. ഒരു മിനിറ്റ് ജിഷാൻ അത് പറയാൻ പാടില്ല. കാരണം ഒരു മിനിറ്റ് സാർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ജിഷാനാകുന്ന ഞാൻ പറഞ്ഞ ആശയം ഒന്ന് അമ്പലക്കടവ് ഹമീദ് ഫൈസി, എറിയേരി, ബഷീർ ബാക്കവി ഇവരൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി ബോംബെയിൽ പോയിട്ട് ഞാൻ പറഞ്ഞ വാദം ശരിയല്ല എന്ന് പറയുന്ന 2 ആളാ ഉണ്ടായിരുന്നുള്ളൂ. ജിഷാൻ, ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്. ശരി, രാമന്തല്ലി അതുകൂടി ജിഷാൻ കഴിഞ്ഞോ?
നിങ്ങൾ അഥവാ രാമന്തളി റിപ്പോർട്ടർ ചാനലിന് അഭിമുഖം കൊടുത്തു. അതിനുശേഷം അവൻ മലബാറിൽ വന്ന് പറഞ്ഞിരിക്കുന്നത്, മലബാറിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും, ഞാൻ മുടിക്കെതിരല്ല, പൊന്മളയാണ് മുടിക്കെതിര്, ഞാൻ AP സ്ഥാനം അനുകൂലമാണെന്നാണ് ആര് പറഞ്ഞത്? രാമന്തളി പറഞ്ഞത്. ആ റിപ്പോർട്ടർ ചാനലിൽ അഭിമുഖം കൊടുത്തതിന് ശേഷം എനിക്ക് നിങ്ങളറിയില്ലാന്നോ? നിങ്ങളറിയില്ലാന്നോ? അല്ല, നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല, അതാ പ്രശ്നം. ആ സമയത്ത് റിപ്പോർട്ടർ ചാനലില് രാമന്തളി ഈ ന്യൂസ് കൊടുത്തതിന് ശേഷം രാമന്തളി ഏകദേശം 2 ആഴ്ചയോളം ബയോലിക്സിൽ ക്ലാസ് റൂം തുറന്നിട്ട് അയാൾ പ്രസംഗിച്ചു APക്ക് അനുകൂലം പറഞ്ഞിട്ട്. അതെ. പിന്നെ ഞാൻ ചോദിക്കട്ടെ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രാമന്തളി മാറിയത്? ആ സമയത്ത് അല്ല, പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രാമന്തളി വാക്ക് മാറിയത്? മോഡിക്കെതിരായത് എപ്പോഴാണ്? കറക്റ്റ്. ഞാൻ രാമന്തളിയോട് ഇന്നലെ ചോദിച്ച ഇതേ ചോദ്യം ഞാൻ രാമന്തളിയോട് ചോദിച്ചു. നിങ്ങൾ ഞാൻ ജിഷാൻ ഞാനിൽ പറയുന്ന കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ആദ്യം മാറിയില്ല? അപ്പൊ മൂപ്പര് പറഞ്ഞു, ഈ വിഷയം പൊന്മുളക്കും എനിക്ക് വിശ്വാസമില്ലാന്ന് ഉറപ്പല്ലേ ഞാൻ പറഞ്ഞ. അപ്പൊ ഈ വിഷയം ഞാൻ APന്റെ മുമ്പിൽ വെച്ചു കൊടുത്തു. APന്റെ മുമ്പിൽ APന്റെ വീട്ടിൽ പോയിട്ട് ഈ ക്ലിപ്പുകളും ഈ രേഖകളും മുഴുവൻ കൈമാറിയിട്ട് പൊന്മളയെ 100% പ്രൊട്ടക്ട് ചെയ്തിട്ട് പൊന്മളയുടെ കയ്യും പിടിച്ചിട്ടാണ് കാന്തപുരം നടക്കുന്നത്. ഞാനൊരു കാര്യം മനസ്സിലാക്കി, പൊന്മളക്ക് മാത്രമല്ല കാന്തപുരം. അതല്ല, പൊന്മളന്റെ കയ്യിൽ പിടിച്ച് നടക്കുന്ന അതേ സ്ഥാനത്ത് പൊന്മളൻ അപ്പൊ തന്നെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ രാമന്തളി ഇന്നും ആറ് കയ്യിലുണ്ടാവുമായിരുന്നു? APന്റെ കയ്യിലുണ്ടാവുമായിരുന്നു. ഇതാണ് പ്രശ്നം. അപ്പൊ പൊന്മള വിരോധം കൊണ്ടാണ്, അല്ലാതെ മുടിയിലുള്ള വിശ്വാസക്കുറവ് കൊണ്ടല്ല രാമന്തളി മാറിയിട്ടുള്ളത്. ഓക്കെ, ഒന്ന് കൈവില്ല. നൗഷാദ് അശ്വനി മലബാറിൽ വന്നിട്ട് പ്രസംഗിച്ചതെന്താ? ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം രാമന്തളി ചതിച്ചതാണ്. പിന്നെ ജിഷാനെ നിന്നെ കുറിച്ച് പോലും വളരെ മോശമായിട്ട് എവിടെ പറഞ്ഞു. പിന്നെ ഈ റിപ്പോർട്ടർ ചാനലിൽ ഇതൊക്കെ ചെയ്തതിന് ശേഷം നൗഷാദ് അശ്വനി വന്ന് പ്രസംഗിച്ചു. അതുകൊണ്ട് ഞാൻ മുടിക്കെതിരല്ല, ഞാൻ പിന്നെ ഒരു ആക്ടിങ് നടത്തിയതായിരുന്നു ജിഷാന്റെ മുമ്പിൽ രേഖകൾ പിടിച്ചെടുക്കാൻ വേണ്ടി. നിങ്ങൾ ഇപ്പോഴും സംസാരിക്കുന്ന ഒക്ടോബർ ആദ്യവാരത്തിലുള്ള വാർത്തയാ. അല്ല, ഞാൻ അല്ല, അതിനുശേഷം എന്താണ്, എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് നൗഷാദ് മാറിയത്? പിന്നെ എന്ത് രേഖയാണ് അയാൾക്ക് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിക്കുന്നത്? എന്ത് രേഖയുടെ അടിസ്ഥാനത്തിൽ? ശരി. അപ്പൊ ആദ്യം തന്നെ രേഖ കിട്ടിയത്, പിന്നെ രേഖ കിട്ടാനില്ല, പിന്നെ കിട്ടിയത് രേഖയൊന്നല്ല, പിന്നെ പൊന്മളയെ ഒതുക്കാൻ വേണ്ടി നൗഷാദ് ഒരു കളി കളിച്ചാണ് ജിഷാന്റെ കൂടെ കൂടിയിട്ട്. അല്ല, ഒരു മിനിറ്റ്, 10 മിനിറ്റ് ജിഷാൻ, ഒരു മിനിറ്റ്. നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല. ആ ഫോൺ അറ്റൻഡ് ചെയ്യട്ടെ ജസ്റ്റ്. ഹലോ ഹലോ അയ്യ, ഓക്കെ ഓക്കെ. ആ ജിഷാൻ പറയേ ജിഷാൻ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എനിക്ക് തോന്നുന്നു. അല്ല, മനസ്സിലാവുകയില്ല. ഞാൻ ചോദിച്ചത് എന്താ അറിയോ? എന്റെ ചോദ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മറുപടി പറഞ്ഞാൽ മതി. ഞാനിപ്പോ ചുരുക്കി പറയേണ്ട വല്ല ഹാസില്, ഞാനുമായി ബന്ധപ്പെട്ട സമയത്ത് നൗഷാദ് ഹാസിനി മുടിക്കെതിരായിരുന്നു കൊന്നത്. ഈ വിഷയം പുറത്തു വന്ന് രാമന്തളി സംഘടന പുറത്താക്കി എന്റെ ക്ലിപ്പുകളൊക്കെ പുറത്തു വന്നതിന് ശേഷം പിന്നെ നൗഷാദ് ഹാസിനി കുറച്ചു ദിവസം മൗനം പാലിച്ചു, ഇല്ലേ? അല്ല, കാരണം രാമന്തളി ഇങ്ങനെ ക്ലിപ്പൊക്കെ കിട്ടിയതിന് ശേഷം മുടിക്കെതിരല്ലായിരുന്നു. കാരണം രാമന്തളിന് ശേഷം പറഞ്ഞു ഞാൻ മുടിക്ക് അനുകൂലമാണ്. തന്നെ പറഞ്ഞ മുടിക്ക് അനുകൂലമാണ്, പൊന്മുളയും ജിഷാനും മുടിക്കെതിരാണെന്ന് രാമന്തളി പറയുന്നത്, അല്ലാതെ പറഞ്ഞില്ല. അങ്ങനെ തന്നെ. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? നൗഷാദ് ഹാസിനി മൗനമായിരുന്നു. അല്ല, മൗനമല്ല, കേരളം കാണുന്ന കാഴ്ചകൾ മൗനമല്ല. നൗഷാദ് ഹാസിനി മലബാറിലേക്ക് കയറി വരികയാണ്. മലബാറിലേക്ക് എന്തെങ്കിലും പറഞ്ഞ 8 ദിവസം കഴിഞ്ഞാൽ മലബാറിൽ മൈക്കണം. ഈ വിഷയം 8 ദിവസം കഴിഞ്ഞാൽ മലബാറിൽ മൈക്ക് അതിന് ശേഷം എടുത്തു എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. 8 ദിവസം അംഗീകരിക്കുന്നു എന്നാണ് പറഞ്ഞത്. 8 ദിവസങ്ങൾ ഒരാഴ്ചക്ക് ശേഷം മലബാറിൽ മൈക്കെടുത്തു. അതേ ദിവസം രാത്രി ഞാൻ റൂം തുറന്നു, ഞാൻ മറുപടി പറഞ്ഞു. അതിന്റെ ശേഷം അയാൾ കേരളത്തിൽ ഒരു പബ്ലിക് വേദിയിലും കൂടി പ്രസംഗിച്ചു. അവരുടെ പിന്നെ അരീക്കോട് നൗഷാദ് ഹാസിനി സ്റ്റേജിൽ കയറിയിട്ടും ഈ വിഷയം തന്നെ സംസാരിച്ചു. അന്ന് രാത്രി
ഞാൻ അയാൾ പറഞ്ഞേ ഇതിന് മറുപടി പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയത് നൗഷാദ് ഹസനിക്ക് പണ്ടേ മുടിയുടെ കാര്യം ബോധ്യപ്പെട്ടു. പിന്നെ മൂപ്പർ ഈ സംഘടനയിൽ നിൽക്കാൻ വേണ്ടി എന്ത് ചെയ്തു? മുടിയെ ന്യായീകരിച്ചു. ഈ സംഘടനയിൽ നിൽക്കാൻ വേണ്ടി മുടിയെ ന്യായീകരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? മൂപ്പർക്ക് ഒരു നിരക്കും സ്റ്റേജ് എനിക്കൂലാണ് ബോധ്യപ്പെട്ട സമയത്ത് മൂപ്പര് സ്വാഭാവികമായിട്ടും SKSS നേതൃത്വമായിട്ട് ബന്ധപ്പെട്ടു. അതിലേക്ക് പോകാനുള്ള നടപടികൾ സ്വീകരിച്ചു. ആ സമയത്ത് ഞാനായിട്ട് ബന്ധപ്പെട്ടു. അവിടെ മൂപ്പർക്ക് ആദ്യം തന്നെ മുടി തെറ്റാന്ന് ബോധ്യപ്പെട്ടതല്ല, സത്യത്തിൽ സ്റ്റേജ് കിട്ടൂലാന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് SKSF മാറാൻ വേണ്ടി തീരുമാനമെടുത്തതാണ്. അങ്ങനല്ലേ? അത് ഉറപ്പില്ലാണല്ലോ. അല്ല, അത് ഉറപ്പാണല്ലോ അതിന്റെ തർക്കം. അതെ. അപ്പൊ മൂപ്പർക്ക് മുടിയിലുള്ള പ്രശ്നം കൊണ്ടൊന്നല്ല, മൂപ്പര് വേദി മാറാനല്ല, അത് ജിഷാൻ പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ടൊന്നല്ല സത്യത്തില് മൂപ്പര് SKയിലേക്ക് പോകാൻ തീരുമാനിച്ചു. മൂപ്പര് പള്ളപ്പൈപ്പിന് വേണ്ടി പോകാൻ വേണ്ടി തീരുമാനിച്ചതാണ്. അതന്നെയാണ് യാഥാർത്ഥ്യം. അയ്യേ, എല്ലാവരും അങ്ങനാക്കണ്ട, ഞാൻ പറയല്ലോ. കാരണം മൂപ്പർക്കൊക്കെ ഉള്ള കാര്യം എത്രയാന്ന് വെച്ചാല്, ഇങ്ങളിപ്പോ കൊട്ടിഘോഷിച്ചു അവിടെ കൊണ്ടുപോയിട്ട്, ഇന്നലിപ്പോ അവിടെ കൊണ്ടുപോയിട്ട് കോഴിക്കോട് ലക്ഷങ്ങൾ പൊടിച്ച് പരിപാടി വെച്ചതൊക്കെ പള്ളപ്പൈപ്പിന് വേണ്ടിയിട്ട്, കുട്ടികളെ പോറ്റാൻ വേണ്ടിയിട്ട്, പിന്നെ എന്ത് ചെയ്യുക, ആശയം മാറുന്ന കുറച്ച് ആളുകൾക്ക് സ്വീകരണം കൊടുക്കുക, അതിന് വേണ്ടിയിട്ടേക്ക് പിന്നെ ഈ രാമന്തളി അടക്കോ എല്ലാവർക്കും സമസ്തന്റെ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റുമാരും കവലകളായ കവലകൾ മുഴുവൻ കയറി ഇറങ്ങിയിട്ട് സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കുക. എന്താ പോയി കാണുന്നത്? മാനക്കേടോ? ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ, ഈ 10 പേരെ പുറത്താക്കി നോട്ടിക്കോ, വഹാബ് സഖാഫിനെ പുറത്താക്കി നോട്ടിക്കോ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വീണ്ടും പുറത്താക്കിയാൽ ഇവരൊരു ചാരി നിൽക്കുന്നു? ഒരു സ്വാഭാവികമായിട്ടും അല്ല. ഞാനങ്ങനെ ഒരു സാങ്കല്പികത്തിനൊന്നും മറുപടി പറയാൻ, റിയൽ എന്ന് നമ്മളെ മുമ്പിലുണ്ട്, സാങ്കല്പികം പിന്നെ ആവശ്യമില്ലല്ലോ. ഇവിടെ റിയൽ എന്ന് നമ്മളെ മുമ്പിലുണ്ട്. റിയൽ തന്നെ ഞാൻ പറഞ്ഞില്ല, ജീവിച്ചിരിക്കുന്ന രേഖകളിൽ നൗഷാദ് ഹസനി എന്ന് പറയുന്ന ആള് ഞാനുമായിട്ട് ഈ രാമന്തല്ലി ഈ ക്ലിപ്പ് പുറത്ത് വിടുന്നതിന് മുമ്പ് സംസാരിച്ചത് മുടിയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലാന്ന് അത് അയാൾ തന്നെ പറഞ്ഞല്ലോ. എന്ത്, ഞാൻ നിങ്ങളിടുന്ന രേഖകൾ തട്ടിയെടുക്കാൻ വേണ്ടി അഭിനയിച്ചതാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, രേഖകൾ തട്ടിയെടുക്കാൻ വേണ്ടി അഭിനയിച്ചു, ചെന്നൈ മഹലിൽ പോയിട്ട് പ്രസംഗിച്ചതോ? അല്ല, അതിന് പുറത്താക്കിയതിന് ശേഷമല്ല, പിന്നെ ആക്ഷൻ എടുത്തതിന് ശേഷമാണ്. അത് കാരണം പള്ളപ്പൈപ്പിന് വേണ്ടിയിട്ട് പിന്നെ അന്നേരം താമസക്കാർ കൊണ്ടുനടക്കില്ലായിരുന്നു. പക്ഷെ താമസക്കാർ അന്നേരം കൊണ്ടുവരുന്നു. അത് മാനം കെട്ട താമസ മനസ്സിലാക്കണ്ടായിരുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ കാസിമീനങ്ങൾ ഞങ്ങൾ വാങ്ങുന്നുണ്ടോ? ഏപിക്കാര് കാസിമിനെ കഞ്ഞിയോ? ഏപിക്കാർ എപ്പോഴും പറഞ്ഞു അല്ല, ഞാൻ പറഞ്ഞുതരാം. സ്വാഭാവികമാണ്. നിങ്ങൾ അല്ല, ഒരു മിനിറ്റ് കഴിയില്ലല്ലോ. ഞാൻ പറഞ്ഞുതരാം. ഒരാള് ഒരു മിനിറ്റ് സാധാരണ അല്ലല്ല നിക്ക്. കാസിമിയുടെ സ്റ്റാൻഡ്, കാസിമി പഴയതിൽ നിന്ന് പബ്ലിക്കിനോട് തൗബ ചെയ്യുന്നു. ഇന്റെ അടുത്ത് ഒരുപാട് തെറ്റുപറ്റിപ്പോയി, ഞാൻ എന്റെ നാവ് കൊണ്ട് ഒരുപാട് ഞാൻ മാപ്പ് പറയുന്നു. അങ്ങനെ ഒരു വ്യക്തി മാപ്പ് പബ്ലിക്കിൽ ഇങ്ങനെ കയ്യും കാട്ടി യാചിച്ച് പറഞ്ഞാൽ ഇന്നല്ലാഹ ലാ യറുദ്ദു യദൈഹി, പറിക്കാൻ തട്ടൂല. അതുകൊണ്ട് നമ്മളും അദ്ദേഹത്തിന് ഇനി ആ കുറ്റങ്ങൾ പറയൂല. അദ്ദേഹത്തിന് കൊടുക്കേണ്ടതായ ബഹുമാനം നമ്മൾ കൊടുക്കുന്നു. പക്ഷെ ഒരു കാര്യം, അയാളെ സംഘടനയിലേക്ക് ഇങ്ങോട്ട് എടുക്കുന്ന കാര്യം, അയാളുടെ ത്വരീക്കത്ത് സംബന്ധമായ ചർച്ചകളും ചർവിതങ്ങളും നടക്കണം. തീരുമാനം ആ ത്വരീക്കത്തിനെ കുറിച്ച് പഠിച്ചിട്ട് അതിനൊക്കെ ശേഷം അയാൾ ഫിറ്റാണ്, അയാളെ ത്വരീക്കത്തൊക്കെ ആണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം, അല്ലെങ്കിൽ ആ ത്വരീക്കത്തിൽ നിന്ന് അയാൾ മാറിയതിനു ശേഷം അയാൾക്ക് വരാൻ താല്പര്യമുണ്ടെന്ന് സ്വയം പ്രകടിപ്പിച്ച് വന്നാൽ അയാൾക്ക് കയറി നിൽക്കാന്നല്ലാതെ, സംഘടന സമ്മതം കൊടുത്താൽ അയാൾക്ക് കയറി നിൽക്കാന്നല്ലാതെ, ഇത് പിന്നെ കക്കാടിനെ ഇവിടുന്ന് അങ്ങോട്ട് പുറത്താക്കുമ്പോഴത്തേക്ക് പിറ്റേന്നിന്റെ ഇത് മുതലപ്പെടുത്ത് സ്റ്റേജ് കൊടുത്ത് എപ്പിന്നൊന്നല്ലേ പോരി കയറിക്കോ അത് കയറ്റി. അതുപോലെ തന്നെ നമ്മൾ മറ്റെന്താ ഈ നമ്മൾ എന്താ ഈച്ചയുണ്ടല്ലോ, ഈ പിന്നെ തോട്ടിനെ പുറത്താക്കുന്ന പോരി പറഞ്ഞു കയറ്റി. ഇങ്ങനെ കയറ്റുകയെന്നല്ലാതെ ഇതൊക്കെ യഥാർത്ഥത്തിൽ സമസ്ത മാനക്കേടിലല്ലേ?
നിങ്ങൾ നമ്മളെക്കൊണ്ട് തീരെ പറയാണ്ട് ഒറ്റയാൾ പട്ടാള കൽപ്പം നടത്തുന്നത്. ഞാൻ എന്താ കീഴിൽ പറയുന്നത്? താമസത്തിന് മാനം കിട്ടിയാണ്. ഞാനതാ പറഞ്ഞ എന്റെ സംഘടന തോട്ടൂലെ നിങ്ങൾ ഒറ്റക്ക് പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ കാര്യമില്ല. നിങ്ങൾ ഒറ്റക്ക് പറയാൻ വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞാൽ ശരിയില്ല. ആ തോട്ടുമൊക്കെ വന്ന ആള് AP ഗ്രൂപ്പ് വിട്ടിട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഈ സമസ്തയുമായിട്ട് വിടാനുള്ള കാരണം കക്കാടിന്റെ വിഷയം അല്ല. കക്കാടിന്റെ വിഷയം അടക്കട്ടെ. പിന്നെ അല്ല, കക്കാടിന്റെ വിഷയം, കക്കാട് ഒരു പേച്ച വരീകത്തുകാരനാണെന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടായിരിക്കെ AP ഗ്രൂപ്പ് വിട്ടു എന്ന് അറിയുമ്പോഴേക്ക് മുതലക്കുളം മൈതാനിയിൽ സ്റ്റേജ് ഒരുക്കി കൊടുത്തു സമസ്ത. ആഫിൽ എന്തിനാ മാറ്റിയിട്ടേ? ആഫിന് പേച്ച വരീകത്തുകാരനാണ്. നിങ്ങളിപ്പോ സമസ്തന്റെ വക്താവാണ്. അല്ല, ഞാൻ സമസ്തന്റെ വക്താവുന്നില്ല. ഞാൻ സമസ്തന്റെ വക്താവുന്നല്ല. അയാൾ പേച്ച വരീകത്തുകാരനാണ്. അത് മുൻപ് വേറെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ AP ഗ്രൂപ്പിന്റെ സമസ്തയും തീരുമാനമെടുത്തിട്ടുണ്ട്. അയാൾ പേച്ച വരീകത്തുകാരനാണ്. അയാളിൽ ചില നിഗൂഢതകൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കൂടത അല്ലെങ്കിൽ പറഞ്ഞോ? അല്ല, നീ കൂടത അയാളില് അതിന് പറയാമല്ലോ. അല്ല, അത് പറഞ്ഞല്ലോ വളരെ അതിങ്ങ് പറയാം. ശരി, ഷംസിയതിനെ പറ്റി പറയുന്ന പോലെ ജസ്റ്റ് വെയിറ്റ് ഒരു മിനിറ്റ്. ഒരു കസ്റ്റമർ നോർമൽ നോർമൽ क्या नॉर्मल ठंडी नॉर्मल नहीं है. नॉर्मल ये वाला है ना, दूसरा है. देखो देखो पैरा बाहर रखो, ठंडी हो जाए. अरे ठंडी सर्दी आ गई. ये अच्छा है, बहुत अच्छा वाला बनाना वाला केक है. खाओ खाओ पियो. अभी पियो, उसमें बस हो गया आपके लिए ना. और एक भी पकड़ो, 4 रुपये आ जाएगा. ओके, ये नहीं दूसरा कुछ देना. दूसरा ये पकड़ो बिस्किट. बहुत अच्छा वाला बिस्किट है. चॉकलेट मोलेट दे दो. वो थोड़ा चाहिए नहीं, चॉकलेट नहीं है, वो थोड़ा आता ना. ये एक रुपया वाला है. एक 2 रुपया अपना, 4 रुपया अपना. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അവൻ കട്ട് ചെയ്തു പോയതാണ് കേട്ടോ. അവൻ സ്കൈപ്പിൽ നിന്ന് കട്ട് ചെയ്ത് പോവുകയായിരുന്നു ഉണ്ടായത്. അതിനുശേഷം പിന്നെ എന്താണ് ഇങ്ങനത്തെ ഇതുണ്ടല്ലോ, സ്കൈപ്പ് ഓഫ്ലൈൻ ആവുകയാണ് മൂപ്പരത്. സ്കൈപ്പ് ഓഫ്ലൈനായി മൂപ്പര് പോവുകയാണ് ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഇനി സെക്കൻഡ് ക്ലിപ്പിലേക്കാണ് വരുന്നത്. ഇപ്പൊ നിങ്ങൾ എന്താ കേട്ടത്? നമ്മുടെ കഥാപുരുഷൻ നൌഷാദ്, അതുപോലെ തന്നെ സയ്യിദ് മുഹമ്മദ് യാമന്ത് അലി, ഇവരൊക്കെ സമസ്തയിലേക്ക് പോയത് വയറ്റിപ്പയപ്പിന് വേണ്ടി. അതിനാർക്കാ സംശയമില്ല, എല്ലാരും അങ്ങനെ തന്നെയല്ലേ. ഇതാരോ പറയണത്? ജിസാം പറയാണ്, കൂടെ നിൽക്കുന്ന യാമന്തലിനെ കുറിച്ച് പറയാണ്. എല്ലാരും അങ്ങനെ തന്നെയാ വന്നിട്ടുള്ള വയറ്റിപ്പയപ്പിന്. ഇങ്ങനെ സ്റ്റേജും പേജും ഒന്നും കൊടുക്കണില്ല, പിന്നെ കിട്ടുന്നിടത്തേക്ക് വരികയാണ്. ഇത് യാമന്തലി എന്നോട് ദേഷ്യം പിടിക്കണ്ട, ഇങ്ങനെ കൂട്ടത്തിലുള്ള ആള് പറയാണ് സ്വകാര്യ സംഭാഷണത്തിന് നമ്മളോട് ഇങ്ങനെ കാര്യപ്പെട്ട ആളാന്നൊക്കെ പറയും. നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളോട് പറയാ ഇങ്ങനെ വറ്റാവാസാന്ന്. യാമന്തലി ഈ സ്ഥലത്തേക്കാണ് ഇങ്ങനെ നമ്മൾ ക്ഷണിക്കുന്നത്. മാനക്കേട്. ഇങ്ങനെ സുഹൃത്തല്ലേ, ഇങ്ങനെ സുഹൃത്തായ ജിഷാം മാഹിയാണ് പറയുന്നത് ഇങ്ങനെ വാറ്റിപ്പഴപ്പിന് വേണ്ടിയാണ് യാമന്തലി പോയിട്ടുള്ളത്. പിന്നെയോ സമസ്തന്റെ കാര്യം, റഹ്മാനെ, ഇവിടുന്ന് തള്ളുന്ന എല്ലാ വേസ്റ്റും സ്വീകരിക്കാനെന്ന് പറഞ്ഞ് ജിഷാനൊരു അക്ഷരം മുണ്ടുന്നുണ്ടോ? ഇങ്ങനെ കേൾക്കുന്നുണ്ടോ? ഇനി എന്തൊക്കെ വരാനുണ്ട് സമസ്തനെ കുറിച്ച് ജിഷാൻ? അതിന് സുന്നത്ത് ജമാഅത്തില്ലാന്നടക്കം പോലും ജിഷാൻ പറഞ്ഞിട്ടുണ്ട്. നിഷേധിക്ക് ജിഷാനെ കാണിച്ചു കഴിഞ്ഞാൽ. സമസ്തയിലും പോഷക ഘടകങ്ങളിലും സുന്നത്ത് ജമാഅത്തില്ല, അതിന് ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളൊക്കെ വന്നിട്ട് അതിന് തയ്യാറാക്കി കൊടുക്കുക. കാരണം അതിന് പ്രസംഗിക്കാൻ ആളില്ല. ആര് ജിഷാൻ പറയല്ല, ജിഷാൻ പറയരുത്, അവര് പറഞ്ഞു എന്നാ.
അവര് പറഞ്ഞു എന്നാ പറയുന്നത്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഓരോന്നോരോന്നായി സമസ്തയുടെ നേതാക്കൾ ജിഷാനോട് പറഞ്ഞത്രേ. കാരണം എന്ത്, ഇന്ന് എല്ലാ യുവ പ്രാസംഗികരും കിതാബ് ഇരിയുന്ന ആൾക്കാരൊക്കെ ഏപ്പിന്റെ കൂടെയാ. അതുകൊണ്ട് നമ്മളിത് പറയാൻ ആളില്ലായിട്ട് മുണ്ടാണ്ട് കുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് വന്നിട്ട് ഒന്ന് ഉഷാറാക്കി തരീൻ എന്ന് പറയേണ്ട ഗതികേട് ജിഷാനോട് ആലോചിച്ചിട്ട് ജിഷാനോട് പറഞ്ഞത്രേ. എന്താവട്ടെ, ഞാൻ ആ വിഷയത്തിലേക്കല്ല പോകുന്നത്. അതൊക്കെ ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും കേൾക്കാം. ഇപ്പൊ രണ്ടാമതൊരു ക്ലിപ്പുണ്ട്. ഈ ക്ലിപ്പാണ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ക്ലിപ്പ്. ഈ ക്ലിപ്പ് ശരിക്കും ശ്രദ്ധിക്കുക. ജിഷാന്റെ തലയാണ് വെട്ടിമാറ്റുന്നത്. എന്താ കാരണം എന്നറിയോ? ജിഷാന് സാക്ഷാൽ പിശാചിന്റെ ബാധ. ഈ പിശാചിന്റെ ബാധ എന്ന് ഞാൻ അദ്ദേഹത്തോട് ഡയറക്റ്റ് സംസാരത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. നിങ്ങൾ അവിടെ മുഴുവൻ അർത്ഥം വെക്കേണ്ട എന്താ പറയുക, വട്ടാണെന്ന. പിശാച് ബാധ എന്ന് ഞാൻ അവരോട് പറഞ്ഞത് മുഴുവനും ഏതർത്ഥത്തിലാണ്? ജിഷാനെ നിനക്ക് ഭ്രാന്തായതുകൊണ്ടാണ്, വേറൊരു കുഴപ്പമല്ല. പക്ഷെ അതുകൊണ്ടൊരു ഡയറക്റ്റ് സംസാരത്തിൽ നമുക്ക് പറയാൻ പാടില്ലല്ലോ, ഒരു ശരിയല്ലല്ലോ എന്ന് കരുതിയത് കൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്, പിശാച് ബാധ പിശാച് ബാധ പിശാച് ബാധ എന്ന് പറഞ്ഞിരിക്കുന്നത്. കേട്ടോളൂ ഇൻഷാ അല്ലാഹ്. അടുത്ത ക്ലിപ്പ് മുഫാദ്മാൻ റെഡിയല്ലേ? രണ്ടാമത്തെ ക്ലിപ്പ്. ഈ ക്ലിപ്പാണ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ഈ ക്ലിപ്പിന്റെ ഒരു ഭാഗം ഞാൻ ഏതായാലും ഒന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങൾ ശ്രദ്ധിക്കാതെ വിട്ടുപോകരുത്. എന്താ ഞാൻ പറഞ്ഞാല് നിങ്ങൾക്ക് കേൾക്കുന്ന ഇൻട്രസ്റ്റ് പോവും. എന്തായാലും വേണ്ടില്ല, ഞാനൊന്ന് പറഞ്ഞുതരാം. ജിഷാൻ മാഹി പറയുന്നത് ജിഷാൻ തന്നെ അസ്ഹരിയെ വിളിക്കുന്നു. അസ്ഹരി ജിഷാന്റെ മുഖത്ത് നോക്കി നിഷേധിക്കുന്നു. ജിഷാന്റെ ഫോണിൽ ജിഷാൻ ഓൺലൈനിൽ തന്നെ അസ്ഹരിയെ വിളിച്ചു. ജിഷാൻ ഉടുത്തതിൽ മൂത്രയിച്ചതുപോലെ ആയിപ്പോയി. എന്താ ഉസ്താദേ, എന്താ? പിന്നെ കരച്ചിൽ എന്ന് പറഞ്ഞാൽ ആ രൂപത്തിലുള്ള വർത്താനാണ്. കണ്ണിന് കണ്ണീര് വന്നോ ഇല്ലയോ എന്നുള്ള മറ്റൊന്ന്. ഇൻഷാ അല്ലാഹ് കേട്ടോളി. അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടെ ജിഷാൻ നിഷേധിക്കൂല. ജിഷാൻ നിഷേധിക്കട്ടെ, അപ്പൊ നമുക്ക് കാണാം. മുഫാദ്മാൻ വന്നോളൂ, മൈക്ക് എടുത്തോളൂ. അസ്സലാമു അലൈക്കും. ജീവമായിട്ട് പറയും ഇത്. കാരണം എനിക്കും മുടി വിഷയം അധികാരം പറയേണ്ടി വരില്ല. കാരണം അതിന്റെ ജാമ്യമാന്യമായ എല്ലാ കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതല്ല, അസ്ഹരി അസ്ഹരിയായിട്ട് സംസാരിച്ചപ്പോ എന്താ ഉണ്ടായത്? അസ്ഹരി എന്നോട് പറഞ്ഞു, ഷാനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്. പിന്നെ ഞാനതോ അവർ മാറുന്നുണ്ടെങ്കിൽ തന്നെ ഉപരി ഞാൻ ഇങ്ങനെ ചീത്ത പറയുന്ന ഒരു ശൈലിയിലൊന്നും ഞാൻ പോലും. ഞാൻ പറഞ്ഞു ഇത് ആരാ പറഞ്ഞൊരു ചീത്ത പറയാന്? ഏതോ ഒരു വികാര ജീവി പിന്നെ എപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ട് എല്ലാവരും ചീത്ത പറയണം. നമുക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ യാദർശപരമായിട്ടുള്ള ഇന്ന് പ്രസ്ഥാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതിയും ആദർശ വ്യതിയാനങ്ങളും ആ പഴയ സ്പിരിറ്റിന്റെ കുറവും അതൊക്കെ മൂപ്പര് ഉൾക്കൊണ്ടിട്ട് തന്നെ മൂപ്പര് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് പിന്നെ ഏതായാലും 30ന്റെ പരിപാടികൾ നടക്കട്ടെ. ഞാൻ താമസിയാതെ ഇതേ വഴി തന്നെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ അതുകൊണ്ട് ഒരിത്തിരി സമയം കൂടി എനിക്ക് എന്ന് മൂപ്പര് പറഞ്ഞിരുന്നു. അപ്പൊ എല്ലാവരും കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചാല് ഇങ്ങനെ നമ്മളെ മാതിരിയല്ലല്ലേ, നമ്മളിപ്പോ വന്ന പിന്നെ അതായത് ഇപ്പം പുതുതായിട്ട് ഇവരുമായിട്ട് സഹകരിക്കണം ഒരു നല്ലത്. നിങ്ങളിപ്പോ പണ്ടേ തറവാട്ടുകാരനാണല്ലോ. അതെ, ഞാന് അല്ല, എന്റെ വിഷയം അത്ര തന്നെ ഉള്ളൂ. നമുക്ക് ഇതിലൊന്നുമില്ല. പക്ഷെ എന്താ പ്രശ്നം, ഞാനങ്ങനെ ഇപ്പൊ ഉള്ള ദേഷ്യം കൊണ്ട് പറയുന്നത് ഇപ്പൊ STUവിന്റെ സ്ഥിതിഗതികൾ നോക്കിയ 4-5 സ്ഥാനത്തേക്ക് പോകുന്ന ഒരവസ്ഥ. അല്ല, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. SGV എന്നും 1ാം സ്ഥാനത്ത് നിൽക്കണമെന്നോ അതൊന്നുമില്ല ഇവിടെ. അതിന് എന്റെ പോളിസി അതിൽ കറക്റ്റാ. കാരണം എന്താ പറയുക, SGV ആദർശപരമായ ഒരു ദൈവത്തിന്റെ മേഖലയാണ്. അത് ആദർശപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. അവിടെ അല്ല എന്റെ പ്രശ്നം. പക്ഷെ ഞാൻ പറയുന്നുണ്ടായിരുന്നു, അതിൽ ചില സമയത്ത് വേറൊരു ചർച്ച നടക്കുന്നുണ്ട്. കുറച്ച് ആളുകൾ അവിടെ അങ്ങ് പോയി, അവിടെ ആയി ഫാസ്റ്റ്. എന്നാ പിന്നെ നമുക്ക് ആ ചർച്ചയോട് തുടങ്ങാന്ന് വെച്ചിട്ട് ആ ചർച്ച ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല. നിലവിൽ ആ ക്ലാസ് ഇടുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും വിലയിരുത്തൊരു കാര്യം. അതൊക്കെ എന്താ നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചോ. ഇപ്പൊ STVയുടെ നിലവാരം വേണ്ട, നിങ്ങൾ എല്ലാം വേണ്ട. ഈശാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട. ഒരു 3ാം കക്ഷി, അതായത് ഈ ഗ്രൂപ്പ് വക്തനല്ലാത്ത ക്ലാസ് റൂം വീക്ഷിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചു ആരും പറയും നിലവാരം. അതിന് ഒരു കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, അബു ഷാക്കിർ ഉസ്താദിന്റെ ക്ലാസ് നല്ല ടോപ്പ് ക്ലാസ് ആണ്. പക്ഷെ അബു ഷാക്കിർ ഉസ്താദ് ഇപ്പോ
ഇവിടെ ഇല്ല. KKM ആള് സ്ഥലത്തില്ല. നിൽക്ക് അബു ഷാക്കിർ ഉസ്താദിന്റെ ക്ലാസ് ഇന്ത്യൻ സമയം 4 മണി മുതൽ 5-6 മണിക്കൊക്കെ കഴിയുന്ന ക്ലാസ് ആയിരുന്നു. അതല്ല അതല്ല. പിന്നെ KKM 2 കോട്ടൂർ സഖാഫി എന്നെങ്കിലും ഉണ്ടാവുള്ളൂ 3. കാരണം എല്ലാവരും ഓരോ വിഷയത്തിലാണ്. അല്ല ഞാൻ അതൊന്നല്ല, ഞാനിപ്പോ ക്ലാസ് റൂമിൽ ഉസ്താദ് ഇപ്പൊ പയ്യോളി ഉസ്താദിന് പിന്നെ മാഷ് പറഞ്ഞാല് നമ്മളൊക്കെ അറിയുന്നതിന് മുന്നേ ഇതിന്റെ പിന്നെ വാഹിറും ബാത്തിനുമായ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ മുടി മാത്രമല്ല ഉദ്ദേശിച്ച മുടിയും പിന്നെ ചടിയും പടിയുമായിട്ടുള്ള പല കാര്യങ്ങളും അതൊക്കെ നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. അതറിയുന്ന ജിഷാനെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാൻ എന്താ അറിയോ, SKSFR എനിക്ക് നന്നായിട്ട് അറിയാമെന്നല്ല. അതില് പിന്നെ സ്റ്റേറ്റ് ലെവലിലുള്ള നേതൃത്വം മുതൽ ഏറ്റവും സുന്നി സ്പിരിറ്റ് എന്ന് പറഞ്ഞ സാധനേ ഇല്ലാന്നല്ല. കാരണം അത് ഈ യാഥാർത്ഥ്യമാണ് ജിഷാനി കാണുന്നതല്ല, എനിക്കറിയാം. കാരണം ആളെ എല്ലാം പറഞ്ഞുതരാം. മാഷ് നന്ദി പോയിട്ട് പിന്നെ നമ്മുടെ സംഭാഷണങ്ങളോട് പറഞ്ഞില്ലെന്നറിയില്ല. അതിന്റെ നന്ദിയിലാരാണ് അവര് പറഞ്ഞൊരു വസ്തുത എന്ന് പറഞ്ഞാൽ ഈ യുവപ്രഭാഷകന്മാരും ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും മറുഭാഗത്തായതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്ത് വേണ്ടതുപോലെ പറയാൻ പറ്റിയിട്ടില്ല എന്ന് അവര് തന്നെ സമ്മതിക്കുന്നതാണ്. അല്ലാന്ന് ഞാൻ പറയട്ടെ, സുന്നത്ത് ജമാഅത്ത് പറയാൻ പറ്റിയിട്ടില്ല എന്നല്ല. ഇനി പറ്റുന്നൊരു സമയം ഉണ്ടെങ്കിൽ അവരതിന് സാഹചര്യം കൊടുക്കലില്ല. എന്താ അറിയോ, അതിനവരെ ന്യായം എന്താ അറിയോ, നമ്മൾ ഇതിങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു കൂടിയാണെന്ന ഈ ഒരു ന്യായമാണ് ഒരു പറയൽ. അത് ഒരു ലഫ്ളിയായ കലാമാണ്. നമ്മൾ ഇതിങ്ങനെ പറഞ്ഞാൽ ഒരു കൂടെ നമ്മൾ പറയാണ്ടിരിക്കലാവുന്നുള്ള അഭിപ്രായക്കാരായ ഒരു ഇതെന്താ അനുഭവമാണ് ജിഷാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞതാ, ഞങ്ങളല്ല വടകര മുമ്പ് ഞങ്ങൾ പരിപാടി സംഘടിപ്പിച്ചിട്ട് കഷ്ടപ്പെട്ട് മാസടക്കണ്ടല്ലോ, അന്ന് അവരെന്താ ചെയ്ത് നിങ്ങൾ പറഞ്ഞ വിഷയമാണെങ്കിൽ ആ മൂല്യച്യുതി ഇപ്പം പേരോട് നടക്കം സംഭവിച്ചിട്ടുണ്ടെന്ന്. നിങ്ങളൊരു തെറ്റിന് വേറൊന്നു കൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിക്കല്ലേ. നിങ്ങൾ മറ്റൊന്നുകൊണ്ട് ന്യായീകരിക്കാൻ നീ ശ്രമിക്കരുത്, അത് ശരിയില്ലല്ലോ. കാരണം ഇതിപ്പോ എന്താ നടക്കുന്നത്? ഹലോ, പയ്യുളുസായില്ലേ, ഏതായാലും കേട്ടില്ലേ? എന്താണ് കണ്ടില്ലേ ഇവന്റെ ആ ശൈലിയും സംസാരം പറഞ്ഞ വിഷയങ്ങളൊക്കെ എല്ലാരും കേട്ടില്ലേ? ഒന്നിനുമില്ല, നേരെ ചൊവ്വ ഒന്നിനും മറുപടി പറയാനില്ല. പിന്നെന്താ, ഞാൻ ചോദിക്കട്ടെ ഈ ഒരു ദിക്റല്ലാതെ പയ്യോൾ ഉസ്താദ് ചോദിച്ചതിനെന്തില്ല മിണ്ടാൻ പറ്റുന്നുണ്ട് അവന്? മാത്രല്ല ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, എല്ലാരും പള്ളപ്രശ്നമായിട്ട് പോയതാണത്രേ. ആര്? സയ്യിദ് യാമന്തളിയും പിന്നെ പോയവരൊക്കെ എന്നുള്ള ഇപ്പത്തെ അവന്റെ ഷെയ്ഖും ഒക്കെ എന്തിനു പോയതാണെന്നാ? പള്ളപ്രശ്നമായിട്ട്. എല്ലാരും അങ്ങനെ തന്നെ പോയതാണ്. കണ്ടാ? കേട്ടില്ലേ സുഹൃത്തുക്കളെ? ഇത് ഓന്റെ നാവുകൊണ്ട് തന്നെ പറയുന്നത് കേട്ടില്ലേ? എന്നാ പഠിച്ചോ. ഞങ്ങളാരും പള്ളപ്രശ്നമായിട്ട് നടക്കണവരല്ല. പള്ളപ്രശ്നത്തിന് ഞങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അൽഹംദുലില്ലാ, ഓരോരുത്തർക്കും അല്ലാഹു തആല അനുവദിച്ചു തന്നിട്ടുള്ള, ഖദറാക്കി തന്നിട്ടുള്ള ഹലാലായ ജോലി ചെയ്തിട്ടാ ഞങ്ങളൊക്കെ പള്ളപ്രശ്നം തീർക്കണത് കേട്ടാ. ദീന് വിറ്റിട്ടല്ല. മനസ്സിലാക്കിക്കോ. അല്ലേ സുഹൃത്തുക്കളെ? ജോലി ചെയ്തിട്ടല്ലേ എല്ലാരും ജീവിക്കണത്. അപ്പൊ പള്ളപ്രശ്നത്തിന് വേണ്ടിയിട്ട് അങ്ങും ഇങ്ങും കൊരങ്ങനെ പോലെ ചാടുന്നവരല്ല സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ. അപ്പോ തന്നെ പോലെയാണ് മറ്റുള്ളവരും എന്നുള്ള ആ മൂഢൻ ധാരണയിൽ നിന്നാണ് ഈ അപകടങ്ങളെല്ലാം സംഭവിച്ചത്. മനസ്സിലായോ? പിന്നെ ഇടയ്ക്കൊരു കാര്യം പറയട്ടെ. നമ്മുടെ മൂന്നാമത്തെ റൂം തുറന്നതില് നമ്മുടെ പ്രവർത്തകർ ശ്രദ്ധിക്കുക. അതിന്റെ പേര് ഇതിൽ അടിച്ചതിൽ പെട്ടെന്ന് തുറക്കുമ്പോഴേ ധൃതിയിൽ ആള് കൂടുമ്പോ വേഗം തുറക്കുമ്പോ സംഭവിക്കണമായിരിക്കും. അവിടെ ഗ്ലോബൽ എന്നുള്ളത് 6 ആയിപ്പോയിട്ടുണ്ട്. ഗ്ലോബൽ എന്നായിപ്പോയിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണം. ആ റൂം ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് അവിടെയുള്ള പ്രവർത്തകര് ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാറ്റണം. വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെറുശ്ശേരിക്ക് തെറ്റിയതിന് പകരം ഈ
പിന്നെ ആ എല്ലിന് പകരം ആറായി എന്നറിഞ്ഞുള്ള കേസ് കിട്ടി വരും. മനസ്സിലായോ? അതൊക്കെ അവർക്ക് പറയാണ്ടാവുക. മനസ്സിലായില്ലേ? അതുകൊണ്ടാവുന്ന വേഗം മാറ്റാം. പിന്നെ കുറച്ചാളുകൾ എന്ത് ചെയ്യുക, നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ കുറച്ചാളുകളും കൂടി നമ്മുടെ മറ്റു റൂമുകളിലേക്ക് മാറിക്കൊടുക്കുക. റേഡിയോ 2016 പേരിപ്പോ റേഡിയോയിൽ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മറ്റു റൂമുകളിലേക്ക് ആളുകളൊന്ന് മാറിക്കൊടുക്കണം. എന്താണെങ്കിലും ഇവനൊക്കെ നടത്തിയിട്ടുള്ള കൊടും വഞ്ചനയും ചതിയും തട്ടിപ്പും നുണയും ഒരു നിലക്കും വിശ്വസിക്കാൻ കൊള്ളാത്ത തനി വഞ്ചകനാണ് ഇവൻ എന്നുള്ളത് ഇവൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കൂടുതൽ കൂടുതൽ വ്യക്തമാവുന്നു. നിങ്ങൾ കേട്ടില്ലല്ലോ? ക്ലിപ്പ് കഴിഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ, ഇനിയുണ്ട്. അത് ഇടയ്ക്ക് അവിടെ ഒരു എന്തോന്ന് കട്ടായതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ പയ്യോളി സാറിന്റെ എത്താൻ വൈകിയപ്പോ ഞാൻ മൈക്കെടുത്താണ്. ഇൻഷാ അല്ലാഹ് പയ്യോളി സാർ ഒന്നുകൂടി ചെയ്യും. ഇതൊന്നുകൊണ്ട് തീരൂല്ലേട്ടാ, ഇനിയുണ്ട്. ഇത് കുറച്ച് ദിവസം ഞങ്ങൾ അങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? എല്ലാവർക്കും ഒന്നാണ് പഠിയട്ടെ, ആരാണ് ഇവനെന്നും ആരാണ് ഇവന്റെ പിന്നിലെന്നും എന്താ അവരുടെയൊക്കെ നിലവാരമെന്നും എല്ലാവരും ഒന്നാണ് മനസ്സിലാക്കട്ടെ. എന്താന്നാ താൻ ചലിപ്പിച്ചാ അങ്ങനെ ചലിക്കണ ഒരു ലോകാണിത്. SGV ഒക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ ഒന്നായിട്ടാണ്ട് പോവും. മുമ്പിൽ പറഞ്ഞിട്ടില്ല SGVയിൽ ആള് കുറഞ്ഞത്. ഇപ്പൊ നോക്കിങ്ങള് 4 റൂമുകളാണ് തുറന്നിട്ടുള്ളത്. ഇപ്പോ ഇവിടെ ഈ ക്ലിപ്പ് ഇടുന്നതിന്റെ മുമ്പ് തന്നെ ഇവിടെ റൂം ഹൗസ്ഫുള്ളായി കഴിഞ്ഞു. ഇവിടെ ഒരൊറ്റ ചെയറും ബാക്കിയുണ്ടായിരുന്നില്ല. മനസ്സിലായോ? ഈ പരിപാടി തുടങ്ങുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ SGVയിൽ സീറ്റ് ഫുള്ളായി. സെക്കൻഡ് റൂം ഓപ്പൺ ചെയ്തിരിക്കായിരുന്നു. പിന്നെ ചിലപ്പോ എന്തെങ്കിലുണ്ട്, ആള് കുറയലുണ്ട്. ശരി തന്നെയാണ്. എന്താ കാരണം? SGVയിൽ ആരും ശമ്പളത്തിന് ജോലി ചെയ്യണവരില്ല. മനസ്സിലായോ? ഇതിലുള്ള ഉസ്താദുമാര്, ഇവിടെ ക്ലാസ് എടുക്കുന്ന ഉസ്താദുമാരാവട്ടെ അല്ലാത്തവരാവട്ടെ, ഒക്കെ അവരവരുടെ ഒഴിവ് സമയം അള്ളാഹുവിന്റെ ദീനിന്റെ സേവനം ദഅവത്ത് എന്നുള്ള നിലക്ക് അവരവർ ഇഷ്ടപ്രകാരം ചെയ്യുന്ന സേവനമാണ്. അത് ചിലപ്പോ എല്ലായ്പ്പോഴും എല്ലാ ദിവസവും കൃത്യമായി എത്താൻ കഴിഞ്ഞോളന്നില്ല, എല്ലായ്പ്പോഴും നടത്താൻ കഴിഞ്ഞോളന്നില്ല. അങ്ങനൊക്കെ ഉണ്ടാവും. മനസ്സിലായില്ലേ? പിന്നെ മറ്റൊരു വിഷയം, ചർച്ചയുടെ സമയമാണ് SGV എപ്പോഴും കൂടുതൽ ആൾ കൂടാറുള്ളത്. അതൊരു വസ്തുതയാണ്. പക്ഷെ ചർച്ചക്കാരാ മുജാഹിദ് തലതൊട്ടപ്പന്മാര് വരെ വന്നിട്ട് താഴെ എങ്ങനെ എത്തിച്ചു നോക്കുന്നല്ലാതെ ഒരു കുട്ടി മൈക്കിലേക്ക് വരില്ല. കാരണം അവരെന്ത് ചോദിക്കാനാ? അവരെ തൗഹീദും വിദഅത്തും ശിർക്കും എല്ലാം കൂടി എന്ത് ചെയ്തിക്കാണ്, കോളായി കെടുക്കാണ്. അവർക്ക് ഏതാ ശിർക്ക്, ഏതാ തൗഹീദ്, പടച്ചോനെ ഏത് മൗലവിന്റെ ഇജ്തിഹാദാ സ്വീകരിക്കേണ്ടത്, ഏതാ ഖുർആൻ, ഇതൊന്നും തിരിയാതെ പാവങ്ങൾ എല്ലാ മുജാഹിദും. ഇപ്പൊ ഞാൻ ഏത് ഗ്രൂപ്പാന്ന് ഒരു മുജാഹിദിനോട് ചോദിച്ചാൽ ഓനക്കറിയില്ല. നമ്മളെ സിറാജില് നമ്മളെ ഹസനി ഉസ്താദ് എഴുതിയത് ഇജ്ജ് ഏത് മുജാഹിദാന്ന് നിങ്ങളൊരു മുജാഹിദിനോട് ചോദിച്ചു നോക്കിയാൽ ഇജ്ജ് ഏത് മുജാഹിദാന്ന്. മനസ്സിലായ? പിന്നെ അപ്പൊ ആ ഒരു ഗതികേടിൽ നടക്കുകയാണ് അവര്. പിന്നെ നമുക്ക് ചോദിക്കാൻ ആരെങ്കിലും വരണ്ടേ? അപ്പൊ ചോദ്യം ചോദിക്കാനോ തർക്കിക്കാനോ ഈ വിഷയങ്ങൾ പഠിക്കാനോ ആള് വരുമ്പോഴല്ലേ ആള് കൂടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള വിവിധങ്ങളായ കാരണങ്ങളാൽ ഒന്ന് അല്പം കുറഞ്ഞുപോയി. പിന്നെ മൂപ്പരിപ്പം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഓൺലൈനിൽ ഉണ്ടായിരുന്ന ഒരു ഷെയ്ഖ് ഉണ്ടായിരുന്നു. ആ ഷെയ്ഖിനെ എന്താ പറഞ്ഞത്, എന്താണ് ഇതാക്കാൻ കാരണമെന്നോ എന്തോന്ന് പറഞ്ഞല്ലോ. എനിക്ക് അതിന്റെ ഇടയിൽ ശരിക്കും ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? പയ്യുളിസ്ഥാൻ, മൈക്ക് പയ്യുളിസ്ഥാനാണ്. ക്ലിപ്പ് കഴിഞ്ഞിട്ടില്ല. അത് പിന്നെ ഓൺലൈനിലൂടെ ഷെയ്ഖായി രംഗത്ത് വന്ന ആള് ശരീഅത്തിന് വിരുദ്ധമായി ചെയ്തു തന്നെ ഉണ്ട്. കണ്ടാ, അതൊക്കെ ഞങ്ങൾക്ക് അറിയണമുണ്ട്, പറഞ്ഞതുകൊണ്ട് പണ്ഡിതന്മാരെ അന്വേഷിച്ചിട്ടുണ്ട്, അവർക്ക് അറിയണതുമുണ്ട്. മനസ്സിലായില്ലേ? അത് ഇനിയും എന്ത് ചെയ്യും, ആവശ്യമായാൽ ആവശ്യത്തിന്. അതെ ആഫിസ് എന്നുള്ള പേരിൽ നടന്നിരുന്ന കക്ഷി തന്നെ. മനസ്സിലായോ? ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, മറ്റേ ബൈബിളില് യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ അടയാളം അഥവാ മുഅ്ജിസത്ത് എന്ന്
പരിചയപ്പെടുത്തുന്നത് കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി കൊടുത്തതാണ് എന്നതുപോലെ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ കറാമത്തായി അറിയപ്പെട്ടത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം നടത്തിയൊരു തട്ടിപ്പുണ്ട്. എന്താ? ഖിദിർ നബി അലൈഹി ഇസ്ലാമിനെ വരുത്തിയിട്ട് വിളക്കൊക്കെ കടത്തി വീട്ടിലെ മെയിൻ സ്വിച്ച് ഒക്കെ ഓഫാക്കാൻ പറഞ്ഞിട്ട് ഒറ്റുറുപ്പിക ഖിദിർ നബിനെ കൊണ്ട് കൊടുപ്പിച്ചിട്ടുണ്ട് രാത്രി. ഇതൊന്നും വെറുതെ പറഞ്ഞല്ല, അതൊക്കെ അനുഭവിച്ച വീട്ടുകാരനുണ്ട്, തെളിവുണ്ട്. അതുപോലെ എന്തെല്ലാം തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? എന്നിട്ട് പറയാ ശരീഅത്തിന് വിരുദ്ധം എന്താ ചെയ്തത്? പച്ച നുണ പറഞ്ഞത് ഞങ്ങളെ അടുത്തുണ്ട്. ഇവിടെ വന്നിട്ട് വേറെയുണ്ട് പ്രശ്നങ്ങൾ. എന്തെല്ലാം പ്രശ്നങ്ങൾ? പിന്നെ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മളിങ്ങനെ ഇത് പറഞ്ഞ് പാട്ടാക്കണ്ടാച്ചിട്ടാ. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഒരു വ്യക്തിയുമായി വിട്ടു നിൽക്കണം എന്ന് ആലിമീങ്ങൾ തീരുമാനിക്കുമ്പോൾ അവർ വെറുതെ തൊള്ളേ തോന്നിയ പറഞ്ഞവരല്ല. മനസ്സിലാക്കിക്കോ. തീർച്ചയായും അതിന് വ്യക്തമായ കാരണം ഉണ്ടാവും. മനസ്സിലായില്ലേ? അല്ല, അത് ചില ആളുകൾ ഇവിടെ ചില ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ അടിക്കുകയും ഒന്ന് താങ്ങുകയൊക്കെ ചെയ്തപ്പോ ഒന്ന് സൂചിപ്പിക്കേണ്ടി വന്നതാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന സുന്നികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ 40 ആലിമീങ്ങൾ അവർ കൂടിയിരുന്ന് ആലോചിച്ചൊരു തീരുമാനമെടുത്താൽ അതിന്റെ അങ്ങേപ്പുറം പിന്നെ ഒരു ശരി ഉണ്ടാവില്ല. മനസ്സിലാക്കിക്കോളി. ആ എടുത്ത തീരുമാനം വെറുതെ എന്തെങ്കിലും വളരെ തോന്നി പറഞ്ഞവരാ അവര് അല്ല. അപ്പൊ അതിന് സംശയിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കാര്യം പോക്ക് തന്നെയാണ്. പിന്നെ കാന്തപുര ഉസ്താദിന്റെ ആളാണ് അല്ലെങ്കിൽ മറ്റേ ഉസ്താദിന്റെ ആളാണ് എന്നുള്ള ആ പ്രചരണം, ആ നിഫാക്ക്, ആ കാപ്പട്യം, അതൊന്നും വിലപ്പോണതല്ല എന്ന് അത്തരക്കാർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. പയ്യോട് ഉസ്താദ് മൈക്ക് എടുക്കട്ടെ, എന്നിട്ട് ബാക്കി ഭാഗങ്ങൾ കൂടി കേൾപ്പിക്കും. ഇൻഷാ അല്ലാഹ് ഇന്ന് ബാക്കി വരുന്നത് നാളെയും കേൾപ്പിക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ കുറച്ചൊക്കെ ഉണ്ട് ഇവിടെ പുറത്തുണ്ട് എന്നുള്ളത് മനസ്സിലായല്ലോ. മറ്റത് ഈ ക്ലിപ്പുവാല കരുതിയിരുന്നത് അവന്റെ ഒന്നും ആർക്കും കിട്ടൂല, അവനിങ്ങനെ എല്ലാരെയും നടന്നിട്ട് പറഞ്ഞു പറ്റിച്ചിട്ട് അത് ക്ലിപ്പാക്കി കട്ട് മുറിച്ചിട്ട് ആളുകളെ പറ്റിക്കാന്നായിരുന്നു. ഇപ്പൊ അവന്റെ ശരിക്കുള്ള യഥാർത്ഥ രൂപം ഇന്നലെയും ഇന്നും കേട്ടതിൽ നിന്ന് എല്ലാവരും മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ? ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. പയ്യോളുസാ മൈക്ക് എടുക്കട്ടെ. അസ്സലാമു അലൈക്കും. ക്ലിപ്പ് വരുന്നേ ഉള്ളൂ. ഈ ക്ലിപ്പല്ലേ കേൾക്കേണ്ടത്. അത് സംഭവം എന്താന്ന് വെച്ചാൽ ഈ ക്ലിപ്പ് ഇപ്പൊ നേരത്തെ പ്ലേ ചെയ്ത ക്ലിപ്പ് നമ്മൾ ഇപ്പൊ കേൾപ്പിക്കാൻ ഉദ്ദേശിച്ച ക്ലിപ്പ് ആയിരുന്നില്ല. മുഫാദ് മോൻ പേര് മാറിയിട്ടതാണ്. സത്യത്തിന് മുഫാദ് മോൻ മാറിയതാണ്. രണ്ട് ഏകദേശം ഒരേ ഉള്ളത്തിലായി എടുത്ത് അത് മുഫാദ് മോൻ പേര് മാറി ജയന്തരി. ആ ക്ലിപ്പല്ലേ കേൾക്കേണ്ടത്? ആ ജിഷാ മാഹിയുടെ ആ പോയി മുഖം ശരിക്കാണ്ട് തകർന്ന് തരിപ്പടാണ് ക്ലിപ്പാണ് കേൾക്കാൻ പോകുന്നത്. കുറച്ചൊന്ന് ആരെങ്കിലും മാറിപ്പോയിട്ട് നമ്മളിപ്പോ ഒരു വിഷയം കണ്ണുകൊണ്ട് കണ്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞാല് അവിടെ പിന്നെ ഇനി ആര് പറഞ്ഞാലും ശരി അദ്ദേഹത്തിന് എന്തുണ്ട്, അദ്ദേഹം മറ്റേ കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ കാന്തപുരം തന്നെ അയാളെ പറ്റി വലിയാണ്, മഹാനാണ് എന്ന് പറയുന്നു. പക്ഷെ ജിഷാൻ ഉദാഹരണം പറയാ, ആ ആളിൽ വളരെ മോശപ്പെട്ട ഒരുപാട് സ്വഭാവങ്ങൾ കാണുന്നു. ഒരു അങ്ങനെ തന്നെ ഞാനിപ്പോ ജിഷാനെ പറ്റി ഞാൻ ഉദാഹരണപ്പെടുത്തിയതാണ്.
ഒരു ഉദാഹരണത്തിലൂടെ ഞാനും വിഷയം പറയാമെന്ന് മാത്രം. ഇപ്പൊ ജിഷാൻ ഒരാളെ വളരെ മോശക്കാരനായി മനസ്സിലാക്കുകയാണ്. ജിഷാൻ അറിയാം, ജിഷാൻ കണ്ടതാണ്, ജിഷാന്റെ കണ്ണുകളെ കൊണ്ട് കണ്ടതാണ്. ആ ജിഷാൻ ഞാൻ പ്രത്യേകം പറഞ്ഞൊരു വാചകങ്ങൾ ശ്രദ്ധിച്ചെന്നറിയില്ല, ഒന്നിൽ പലവട്ടങ്ങൾ കേട്ടു, ഒരു പലവട്ടം. ജിഷാൻ പല പ്രാവശ്യം ഒരാളെ കുറിച്ച് വളരെ മോശമായ രൂപത്തിൽ അയാളെ കാണുന്നു. കാണുന്നില്ല, ഒറിജിനലായിട്ട് കണ്ടു. അതേ അയാളെ കാണുന്നു, അതെ അതെ അയാളെ കാണുന്നു. പക്ഷെ ആ ആളെ കുറിച്ച് കാന്തപുരം പറയുന്നു അയാള് മഹാനാണ്, അയാള് മഹാനാണ്. അവിടെ ജിഷാനോട് ഇനിയിപ്പോ അയാൾ എങ്ങനെ മഹാനെന്നിട്ട് കാര്യമില്ല. കാരണം ജിഷാൻ അറിയാം, ജിഷാൻ കണ്ടതല്ലേ. അതെ, ജിഷാന് അംഗീകരിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ എന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, നിങ്ങളെ സ്ഥാനത്ത് എന്നെ വെച്ചാൽ മതി. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു ഉദാഹരണമാണ്, നിങ്ങൾ എന്നെ ഒരു ഉദാഹരണമല്ലേ കൊടുക്കുന്നത്. അതെ, അല്ല ഞാൻ ചോദിക്കട്ടെ, എനിക്കിപ്പോ ഒരാള് പറയാണ് ഞാൻ ഒരാള് വ്യഭിചരിക്കുന്ന 100 വട്ടം കണ്ടു, അല്ലെ ഒരു തോന്നിവാസം ചെയ്യുന്നത് പലവട്ടം കണ്ടു. പക്ഷെ കാന്തപുര ഉസ്താദ് അയാള് മഹാനാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ കണ്ണ് കൊണ്ട് കണ്ടത് ശരിയല്ല, കാന്തപുര ഉസ്താദ് പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞ് അതാണ് ശരി എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയാളെ പറ്റി എന്താ മനസ്സിലാക്കുക? അല്ല, ചിലപ്പോ അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോ പിശാച് പലതും തോന്നിപ്പിച്ചേക്കും, അങ്ങനെ മനസ്സിലാക്കാം. അല്ല, ഒരു മഹാനായ വലിയനെ കുറിച്ച് ഒരു ഉദാഹരണം പറഞ്ഞതാ. ما بحصل عندك ريالات الكبير؟ لا والله لا، هذاك كبير طولع لا ما بتحصل. لا زين اذا حصلت خلي ان شاء الله. انا بعد 2 أسبوع كذا بمر بعد بشوف، ممكن حصل منه حتى لو من سياره يوم بيجيب سامه ولا شيء سوي سؤال ان شاء الله وخلي يعني بجمع لك. ايه جمع لي ما في مشكله ان شاء الله. 3 4 5 10 100 1000 ما في مشكله. زين شوف انت الله يخليك شوية. انا حق عشان عندي مال تراث ده يكتب مشان جامعه مال بحث ما صار. ايه فلازم عشان مشان كلام لازم هاي ريالات تجيب عشان يكتب تاريخ متى كيف ديزاين نتابع احنا. اوكي ان شاء الله. عشان اوكي ان شاء الله. عفوا അപ്പോഴേ അപ്പൊ അരിഫ് വരെ ചെലവോ അരിഫയിൽ നടക്കുമെന്ന് ചോദിക്കുക. ആയിക്കോട്ടെ. അപ്പോഴേ സ്വാഭാവികമായിട്ടും നല്ല എന്നായിട്ട് വൽഹാസിൽ ചുരുക്കി അങ്ങ് പറഞ്ഞുതരാം. ഞാൻ പറയാം, എനിക്കറിയാം, നിങ്ങൾ പറയുന്നത് മനസ്സിലായി എനിക്ക്. ഞാൻ അവിടെ കട്ടെ അല്ല, ഞാൻ വിളിച്ചു, ഞാൻ ഇതൊന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ആയിക്കോട്ടെ. താഹിർ സക്കാഫിനെ വിളിച്ചു. താഹിർ സക്കാഫിനോട് ഞാൻ ഈ മുടി വിഷയം ചോദിച്ചു. നിങ്ങളോട് ഇപ്പൊ മുടി വിഷയം ചോദിക്കുന്നില്ല. പിന്നെ താഹിർ സക്കാഫിനോട് മുടി വിഷയം ചോദിച്ചപ്പോ മൂപ്പൻ എന്നോട് പറഞ്ഞു കാന്തപുരം ഉസ്താദ് പറഞ്ഞതിന്റെ അപ്പുറം എനിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് ഗണ്ണിക്കായിരുന്നു മുമ്പ് പിന്നെ മാറ്റി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഏത് താഹിർ സക്കാഫി ഇല്ലായിരുന്നോ? ഏത് കാന്തപുരം ഗ്രൂപ്പ് വിടാന്നൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നു? കാന്തപുരം ഗ്രൂപ്പ് വിടാന്നല്ല, കാന്തപുരം ഗ്രൂപ്പിൽ ഒരു സ്വതന്ത്രമായിട്ട് നിന്നിട്ട് പൊന്മുളക്കെതിരെ നടപടി പിന്നെ സംസാരിക്കണം, നീങ്ങണം എന്ന് അദ്ദേഹം നൗഷാദ് ഹസനിയുമായിട്ട് ചേർന്നിട്ട് ഒരു കാലത്തുനിന്നല്ല ഒരു 1-2 മാസങ്ങൾക്ക് മുമ്പ് അങ്ങനെ ചർച്ച നടന്നിരുന്നു. മുടി വിഷയത്തിൽ മൂപ്പർക്ക് എതിരഭിപ്രായം ഇല്ലല്ലേ? ആർക്ക്? മുടി വിഷയത്തിൽ മൂപ്പർക്ക് എതിരഭിപ്രായം ഇല്ലല്ലേ? മുടി വിഷയത്തില് മൂപ്പര് പുതുതായിട്ട് പഠിക്കുകയില്ല, പുതുതായിട്ട് വായിക്കുകയില്ല. കാന്തപുരം ഉസ്താദ് എന്താണോ പറഞ്ഞതോ അത് തന്നെ എനിക്ക് പ്രമാണം എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ച് വേറൊന്നും പറയാനില്ല. അതുകൊണ്ടാണ് ഞാൻ ഇയാളോട് ചോദിച്ചത്. പിന്നെ എന്തെന്ന് താഹിർ സക്കാഫിനോട് ഞാൻ ചോദിച്ചു, പിന്നെ ഇത് നിങ്ങൾ ഒരാള് പലവട്ടം ഒരു തോന്നിവാസം ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ഉദാഹരണത്തിന് വസലൻ നിങ്ങൾ ഒരു മനുഷ്യൻ പലവട്ടം, ഒരു വട്ടമാണ് നമുക്ക് തോന്നിയതാന്ന് പറയാം, പലവട്ടം നിങ്ങളെ സ്വന്തം നഗ്നനേത്രങ്ങൾ കൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ ഒരാള് വ്യഭിചരിക്കുന്നത് കണ്ടു കഴിയുകയും അദ്ദേഹത്തെ പറ്റി കാന്തപുരം അദ്ദേഹം ഒരു മഹാനാണെന്ന് പറയുകയും ചെയ്താൽ ഇയാൾ എന്നോട് കണ്ണും കുത്തി പറഞ്ഞു ഞാൻ കാന്തപുര ഉസ്താദ് പറഞ്ഞ് മനസ്സിലാക്കും, കാന്തപുര ഉസ്താദ് പറഞ്ഞ് അംഗീകരിക്കും. പിന്നെ അങ്ങനെയുള്ള ആളുകളോട് കാലു സലാമാന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അല്ല ജിഷാനെ, ഞാൻ അവിടെ ഒരു കാര്യം പറഞ്ഞു. ഇവിടെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞതുപോലെ ഒരാള് പല പ്രാവശ്യം ജിഷാനെ ഒരു മഹാനാണെന്ന് വേറെ ഒരാൾ പറയുന്ന, ഇപ്പൊ കാന്തപുര ഉസ്താദിനൊക്കെ ഇവിടെ ഒരാള് മഹാനാണെന്ന് പറയപ്പെടുന്നു. അങ്ങനത്തെ ഒരാളെ ജിഷാൻ കാണുകയാണ്. ഏത് അങ്ങനെയുള്ള ചർച്ചയിലേക്കൊന്നല്ല ഞാനൊരു വ്യക്തി അത് തന്നെയാണ് പറഞ്ഞു, വ്യക്തിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്.
ഒരു വ്യക്തി, ആ വ്യക്തി ആരോ ആവട്ടെ എന്നുള്ളതാണ്. അപ്പൊ അയാളെ നിങ്ങളുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് പല പ്രാവശ്യം കാണുകയാണ്. അയാൾ കള്ള് കുടിക്കുന്നത്, തമ്മാടിത്തം ചെയ്യുന്നത്, വ്യഭിചരിക്കുന്നത് ഒക്കെ നിങ്ങൾ കാണുകയാണ്. ഇതേ വ്യക്തിയെ കുറിച്ച് പലരും പറഞ്ഞു കേൾക്കുകയാണ്. നിങ്ങൾ എന്ത്, അയാള് വലിയ മഹാനാണ്, ആള് വലിയ സംഭവമാണ്. സ്വാഭാവികം ജീഷാൻ എന്താ ഇവരി പറയണത്? ഞാൻ എത്രയോ പ്രാവശ്യം അയാൾ തമ്മാടിത്തം ചെയ്യുന്ന എന്റെ നഗ്ന നേത്രം കൊണ്ട് കണ്ടതല്ലേ എന്ന് സ്വാഭാവികം ജിഷാൻ ചിന്തിച്ചാൽ അതിൽ ഞാൻ ജിഷാനെ കുറ്റപ്പെടുത്തൂല. പക്ഷേ മഹാനായ ഒരു വലിയാണ് എങ്കിൽ അപ്പോഴും ഇതൊക്കെ സംഭവിക്കാം. എങ്ങനെ വരുന്നെന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ കോലത്തിൽ പല രൂപത്തിലും പിശാച് പ്രത്യക്ഷപ്പെട്ടേക്കാം നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളെ പ്രയത്നിക്കാൻ. അതിനൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്, മാർഗങ്ങളുണ്ടല്ലോ. ഒരുപാട് മുൻകാല സംഭവങ്ങൾ അതിൽ ന്യായമായിട്ടുണ്ട്. അപ്പൊ പിശാച് നിങ്ങളെ പ്രേരിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ കോലത്തിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പിശാച് തോന്നിപ്പിച്ചേക്കാം, അങ്ങനെ പലതും സംഭവിച്ചേക്കാം. അല്ല, ഞാൻ ഒറ്റക്കാണ്ട, വേറെ വലിയ ആളുകൾ ഇതുപോലെ അല്ല, അങ്ങനെ പലരെയും അങ്ങനെ തോന്നിപ്പിക്കാം എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെ ഒരാളെ മനസ്സിൽ പിശാചിനെ തോന്നിപ്പിക്കാൻ കഴിയൂ എന്ന് വരില്ലല്ലോ. എന്നാൽ ലോകത്ത് ഏതെങ്കിലും ഒരു ഫാസിഖ് ഉണ്ടോ? അങ്ങനെയല്ല. അത് ശരി, അവിടെ ഞാൻ പറഞ്ഞുതരാം. ഒരാള് ഫാസിഖ് എന്നാൽ ഒരാള് ഫാസിഖാണ് എങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരാള് ഫാസിഖായാൽ, അയാൾ ഫാസിഖാണ് എങ്കിൽ അയാളുടെ തീരുമാനം എടുക്കേണ്ടത്, ഞാൻ പറഞ്ഞു, അത് പടച്ചവന്റെ കോടതിയിൽ പടച്ചവൻ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അയാളെ നമുക്ക് ഒഴിവാക്കാം, അല്ല നമുക്ക് മാറി നിൽക്കാം, നമുക്ക് എന്ത് ചെയ്യാം. അങ്ങനെ ഒരാളിൽ നിന്ന് ഒരു മിനിറ്റ്, അതാ പറഞ്ഞു, ഒരാളിൽ നിന്ന് അങ്ങനെ നമ്മൾ കണ്ടാൽ നമ്മൾ അതിൽ നിന്നും അയാളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാം. പക്ഷെ അയാളുടെ രൂപത്തിൽ മറ്റുള്ളതിനെ നമുക്ക് നിഷേധിക്കാൻ നിർവാഹമില്ല. ഇവിടെ ചർച്ച ഒന്നല്ല, അവരുടെ പിശാചിനെ വേറെ ആരെങ്കിലും രൂപത്തിൽ വരാൻ പറ്റുമോ, അല്ലെങ്കിൽ വേറെന്തോ തോന്നിപ്പിക്കാൻ പറ്റുമോ? അല്ല, അതിലൊന്നും തർക്കമൊന്നുമില്ല. അതൊക്കെ ശരിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ തന്നെ ഈ ഒരു സാധ്യതകളൊന്നും നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാന്നാണ് ഞാൻ പറഞ്ഞത്. ഏത് സാധ്യത? ഇങ്ങനെ പിശാചി രൂപം പ്രാപിക്കാമെന്നും മഹാനായ ഒരു വലിയാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ രൂപത്തിൽ വന്ന് അദ്ദേഹത്തിന്റെ പൊതുജനങ്ങളിലുള്ള സ്ഥാനമാനങ്ങൾ ഇടിച്ചു തീർക്കുകയും ചെയ്യാമെന്നുള്ളത്. ഒറ്റ മിനിറ്റ്, ഇതിപ്പോ ഞാൻ തായർ സക്കാഫിന്റെ പേരും കാര്യവും കാന്തപുരത്തിന്റെ പേരൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഹല്ല് ചെയ്യലാണ്. നിങ്ങളിപ്പോ ഞാൻ ആദ്യം ഒരു കോളം അറ്റൻഡ് ചെയ്യാത്ത ജിഷാൻ, ഒരു മിനിറ്റ്. ഹലോ, അയ്യോ അത് തന്നെയാ എനിക്കും തോന്നുന്നു നിങ്ങൾ പറഞ്ഞേ. അല്ല ജിഷാന്, ഞാൻ കേട്ടിട്ടില്ല. അത് നമ്മൾ പറഞ്ഞതൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു, ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. അതിപ്പോ എനിക്ക് നഷ്ടമില്ലാത്ത പരിപാടി, ഞാനൊന്നുകൂടി ആവർത്തിച്ചോളാം. ഞാനിപ്പോ പറയുന്നത്, നിങ്ങളോട് ആദ്യത്തില് മുഖദ്ദിമയില് തന്നെ ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞു ജിഷാൻ എന്താണോ അഭിപ്രായം, ആ അഭിപ്രായം തന്നെയാണ് എനിക്ക്. ഞാൻ എന്റെ കണ്ണുകളെ വിശ്വസിക്കുള്ളൂ. നിങ്ങൾ പച്ചയായിട്ട് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞത് പൂർണ്ണമായും എന്താണ്, ഒരാള് അദ്ദേഹത്തിന്റെ കണ്ണുകൊണ്ടൊരു കാര്യം കണ്ടാൽ അദ്ദേഹത്തിനോട് ഇനി മറ്റൊരാളിന് എന്തു പറഞ്ഞാലും ശരി, എത്ര ആള് പറഞ്ഞാലും ശരി, അദ്ദേഹത്തിന്റെ അടുക്കൽ അതിന് വിലയുണ്ടാവില്ല. അത് ഞാനായാലും നിങ്ങളായാലും ഒക്കെ യാഥാർത്ഥ്യം അത് തന്നെയാണ്. കണ്ണുകൊണ്ട് കണ്ട ഒരു യാഥാർത്ഥ്യത്തിനെ എന്ത് ചെയ്യാൻ പറ്റില്ല. വേറെ ഒരാള് ഇനി അയാൾ എത്ര മഹാനാന്ന് പറഞ്ഞാലും കണ്ണുകൊണ്ട് ഒരാളൊരു കാര്യം കണ്ടുബോധ്യപ്പെട്ടാൽ അവന്റെ അടുത്ത് വേറെ ഒരു മാർഗവും മറ്റൊരാൾക്ക്. ശരി, പക്ഷെ അതോടുകൂടെ തന്നെ ഒരു മിനിറ്റ്, അതോടുകൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്, അത് അദ്ദേഹം തന്നെ ആണ്. അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഒരു വലിയാണെന്നൊക്കെ പറയപ്പെടുന്ന മഹാനാകുമ്പോ അദ്ദേഹം തന്നെ ആണ് എന്ന് ഉറപ്പിക്കാൻ നമുക്ക് മാർഗമില്ല. ഒരു മിനിറ്റ്, ഇത് 100% അത് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് തന്നെ നൂറില്ല, അത് 100 വെക്കരുന്ന ഞാൻ എപ്പോഴും പറയുന്നത്. കാരണം എന്താ അറിയോ, ഇത് ഇങ്ങനെ ആയിക്കൂടെ നമുക്കൊന്ന് ചിന്തിക്കണം. കാര്യങ്ങളൊക്കെ പറയാൻ പറ്റൂല. ഞാൻ പറഞ്ഞത്
നമ്മൾ അതുകൊണ്ടല്ലേ റസൂലുള്ള പറഞ്ഞത് ജനങ്ങളെ പറ്റി നല്ലതേ നിങ്ങൾ ധരിക്കേണ്ടതുള്ളൂ, ചീത്ത നിങ്ങൾ ധരിക്കേണ്ടത് റസൂലുള്ള പറഞ്ഞത്. അടിസ്ഥാനത്തില് ഇപ്പൊ കാന്തപുരം യുഎയിൽ വന്നു, ഞാൻ ചോദിക്കട്ടെ, അത് ഒറിജിനൽ കാന്തപുരം നിങ്ങൾക്ക് എന്താ പിശാച് അക്കോലത്തിൽ വന്നതാണെങ്കിലോ? ആവാം, സാധ്യതയുണ്ടല്ലോ. നിങ്ങൾ എന്നാ പിന്നെ പിശാചിനെ കാണാനാ പോയെന്നുള്ള ധാരണയിൽ കുറെ ആൾ മാറിയിരിക്കുക. അല്ല, ഇനി കാര്യമുണ്ട്, യാഥാർത്ഥ്യം ഒരു മിനിറ്റ്. നിങ്ങൾ പറഞ്ഞ കാര്യം ലോകത്ത് മുമ്പോട്ട് പോകില്ല. ഞാൻ പക്ഷെ അതുകൊണ്ട് മുന്നോട്ട് പോകൂല എന്നുള്ളത് കൊണ്ട് ഇങ്ങനൊരു സംഭവം ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അതല്ലേ ഞാനും പറഞ്ഞത്, ഇങ്ങനൊരു സംഭവം ഇല്ലാന്ന് നമുക്ക് പറയാൻ നിർവാഹമില്ല. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. എന്തൊക്കെ നമ്മൾ കണ്ടാലും എന്തൊക്കെ നമ്മൾ കേട്ടാലും ഇങ്ങനെ ഈ ചില യാഥാർത്ഥ്യങ്ങൾ ഭൂമി ലോകത്തുണ്ട്, സംഭവിക്കാം അങ്ങനെ എന്ന് നമ്മൾ കണക്കാക്കണം. ഒരു പോയിന്റ് അവിടെ ബാക്കി വെക്കണം. അത് മുഹാലായിട്ട് നടക്കുന്ന കാര്യ മുഹാലെല്ലാം അത് നിങ്ങൾ പറഞ്ഞത് പിന്നെ നടക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ അതുകൊണ്ടാണ് എല്ലാവർക്കും നടക്കൂല. ഇത് മഹാന്മാരായ ഔലിയാക്കന്മാരാകുമ്പോഴാണ് ഇതൊക്കെ നടക്കല്. അതേസമയം സാധാരണക്കാരന്റെ കാര്യത്തിൽ വലിയ ആവട്ടെ. അല്ല, ഞാൻ ചോദിക്കട്ടെ, പറഞ്ഞാള് ഒരു മിനിറ്റ്, മറുഭാഗത്തുള്ള ആള് വലിയ ആണെങ്കിലേ അയാളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ വിശ്വാസമാക്കാൻ വേണ്ടിയിട്ട് പിശാച് വരേണ്ടത്. അതെ, വലിയ ആണെങ്കിൽ അങ്ങനെ മഹാനാണെങ്കിലേ നമ്മളിപ്പോ പറഞ്ഞൊക്കെ ന്യായമുള്ളൂ. ഞാനീ പറയുന്നത് നമ്മൾ കണ്ട ഒരാള് വ്യക്തമായി തോന്നിവാസം ചെയ്യുന്നത് കാണുകയും നിങ്ങൾ അങ്ങാടിയിലുള്ള ഏതെങ്കിലും ഒരു പോർട്ടേജ് പിന്നെ ഈ ഫുൾ ഡേ കള്ളം കുടിച്ച് നടക്കുന്ന മഹാ ചെറ്റയും തെമ്മാടിയായ ഒരു വ്യക്തിനെ കുറിച്ചാണെങ്കിൽ ഞാൻ പറഞ്ഞതിനൊന്നും അർത്ഥമില്ല. നമ്മൾ മഹാൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയെ കുറിച്ചുള്ള ചർച്ചയിലാണ്. നമുക്കിത് നേരെ വണ്ടി എങ്ങോട്ടേക്ക് പോവാ? ബോംബെയിലേക്ക് പോവാം. എനിക്കറിയാലോ, വണ്ടി നേരെ നേത്രാവതി കുർളലി നമുക്ക് ബോംബെയിലേക്ക് ബോംബെയിലെത്തി. അതെ, ബോംബെയിലെത്തിച്ച് നമ്മൾ ആക്കി കച്ചവടക്കാരന്റെ 3ാമത്തെ ഫ്ലോറിൽ കയറി. അല്ല, അതിന് വേറെ കാര്യമുണ്ട്. ഒരാള് ആടിനെ പോറ്റി എന്നുള്ളത് കൊണ്ടോ കച്ചവടം ചെയ്തു എന്നുള്ളത് കൊണ്ട് അയാൾ വലിയായി കൂടാനില്ല. കാരണം റസൂലിന്റെ എതിരായത് തന്നെ ഇല്ലാ വഖദ് റാഇൽ ഗനം, ഗനമിനെ മേക്കാത്ത ഒരു നബിയും ഉണ്ടായിട്ടേ ഇല്ല എന്നാണ്. ഉണ്ടായിട്ടില്ല, അതിലൊന്നും ഒരു തർക്കമില്ല. ഞാനിപ്പോ പറഞ്ഞത് അദ്ദേഹത്തെ പറ്റി അദ്ദേഹം ഒരു വലിയ അല്ല എന്ന് സ്ഥാപിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രാഥമികമായിട്ട് തന്നെ എന്താ കണ്ടത് അതിന് പറയും. അയാൾ വലിയല്ല എന്നല്ലോ ഞാൻ കണ്ടിട്ടില്ല. സത്യം പറയാലോ, ഞാൻ കണ്ടിട്ടില്ല. വേണ്ട, നിങ്ങൾ കണ്ടിട്ടില്ല. അദ്ദേഹം അന്യപെണ്ണ് അദ്ദേഹത്തെ ചുംബിക്കുകയും അന്യപെണ്ണിനെ അദ്ദേഹം സ്പർശിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ട് 3 പേരും കണ്ടതാണ്. എങ്ങനെ കണ്ടു? കണ്ടുകൊണ്ട് കണ്ടെന്ന് പറഞ്ഞപ്പോ എങ്ങനെ കണ്ടു? അല്ല, ഞാൻ ചോദിക്കട്ടെ, അന്യപെണ്ണ് അദ്ദേഹത്തെ സ്പർശിക്കുകയും ചുംബിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ കണ്ണ് കൊണ്ട് കണ്ടു എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ നഗ്ന നേത്രം ഐസ്. ഇതിന് മറ്റുള്ള 2 പേരും സാക്ഷിയാ? അതെ, ഈ പറയുന്ന കസേരിയും ബഷീർ ബക്കറിയും സാക്ഷിയാണ്. അത് ഞാൻ നെഞ്ഞുറപ്പോടെ ഇപ്പം പറയാം. അല്ല, ഞങ്ങൾ കണ്ട കാര്യം. ശരി, ഞാൻ ചോദിക്കട്ടെ, ഈ ചുംബിച്ചു എന്നുള്ളതിന് അവര് സാക്ഷിയാണെന്ന് അവരെ കൊണ്ട് നിങ്ങൾക്ക് പറയിപ്പിക്കാൻ പറ്റുമോ? പറയിപ്പിക്കലല്ല, അവര് പറയും. അവര് സാക്ഷിയാണ്. അവര് പറയില്ല. അന്യപെണ്ണ് അയാളെ ചുംബിച്ചു എന്നേ പറഞ്ഞേ. ശരിക്കും കേട്ടോ, പാചകം പറഞ്ഞ അന്യപെണ്ണ് അദ്ദേഹത്തെ ആയിക്കോട്ടെ. അങ്ങനെ തന്നെ അന്യപെണ്ണ് അയാളെ ചുംബിച്ചു എന്നുള്ളത് അസഹരി പറയോ? അസഹരി പറയും. പറയില്ല. എന്നാ ഞാനിപ്പം വിളിച്ചുതരാം. വിളിച്ചോ, ഞാൻ ഓരോന്നോരോന്ന് ക്ലിയർ ആയി തരാം. വിളിച്ചോ. ഒരു മിനിറ്റ്, ഇപ്പൊ ക്ലിയർ ആയി തരാം. ഒരു മിനിറ്റ്. അസ്ഹരി ഒരു സംശയങ്ങളപ്പോ തീർക്കണല്ലേ? അന്യ പെണ്ണ് അദ്ദേഹത്തെ ചുംബിച്ചു എന്നുള്ളത് അത് ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കാൻ. അത് ബിസിയാണ് കാണിക്കുന്നത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞോട്ടെ, നമുക്ക് ഏതായാലും സംസാരം മുമ്പോട്ട് പോകാം. ബഷീർ വാഖവിന്റെ വേണം. അല്ല, ഞാൻ കസേരിന്, കാരണം അസേരി ഞാനൊരു വിഷയം സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. ഒരു മിനിറ്റ് നമുക്ക് സംസാരിക്കും, ഒരു കുഴപ്പമില്ല. അപ്പം ബഷീർ വാഖവി എന്താളും അസേരി എന്താളും എല്ലാം നിങ്ങൾക്ക് തോന്നല്ലേ? എല്ലാന്നുള്ള തോന്നലൊന്നുമില്ല. യാഥാർത്ഥ്യം വരട്ടെ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ആയിക്കോട്ടെ,
ഒറ്റക്ക് ചുംബനം മാത്രമേ എനിക്ക് സംശയമുള്ളൂ? സ്പർശനം നിങ്ങൾക്ക് ഓക്കെയാ? സ്പർശിച്ചു എന്ന് ഞാൻ അറിഞ്ഞിടത്തോളം എന്നോട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയം. അസ്ഹരി അല്ല, അതൊക്കെ അസ്ഹരി സംസാരിച്ചത് എന്നോട് പറഞ്ഞത്. ഒരു മിനിറ്റ് മൂപ്പരോട് പറയാൻ വിട്ടതാണോ അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കല് തെറ്റിയതാണോ ഒക്കെ നമുക്ക് ഇപ്പൊ ക്ലിയർ ആക്കി ഞാനിപ്പം പറയാം. ഓക്കെ അത് ഞാൻ പറഞ്ഞ വിളിക്കുന്നു ഇപ്പൊ തന്നെ തീർക്കാം. കാരണം സംശയങ്ങളൊക്കെ അസീറിന്റെ സൗണ്ട് കേൾക്കൂല ഇവിടുന്ന്? ഇല്ല അസീറിങ്ങളുടെ സൗണ്ട് കേൾക്കൂല. പക്ഷെ അത് അതൊന്ന് കോൺഫറൻസിൽ ഇടാൻ പറ്റില്ലേ? ഇല്ല കോൺഫറൻസിൽ ഇടാൻ പറ്റില്ല. ഇത് സ്കൈപ്പിൽ നിങ്ങൾ വിളിക്കണം. ഞാൻ മൂപ്പര നാട്ടിൽ മൊബൈലിൽ വിളിക്കുന്നല്ലേ. പക്ഷെ ഓക്കെ പക്ഷെ കോൺഫറൻസിലാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാന്നറിയോ? ഞാൻ കേൾക്കുന്നുണ്ടെന്ന് മൂപ്പര് എന്തായാലും പറയണം കേട്ടോ. ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ കേൾക്കുന്നുണ്ടെന്ന് പറയും. പിന്നെ ഞാനും പയ്യോളി ഉസ്താദ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പയ്യോളി നമ്മള് അല്ല ഞാൻ കേൾക്കുന്നുണ്ടെന്ന് പറയുന്നില്ല. അല്ല പയ്യോളി ഉസ്താദ് ഇപ്പൊ സ്കൈപ്പിലുണ്ട്. നമ്മളിപ്പോ സംസാരിക്കുന്ന മൂപ്പര് കേൾക്കുന്നുണ്ട്. എന്താ ശരി എന്താണ് പറയുന്നത്? കുറച്ച് ഒരു മിനിറ്റ് അതല്ല ഞാനിപ്പോ അതായത് ഒരാള് വലിയ ആണോ വലിയ അല്ലേ എന്നുള്ള ചർച്ചയിലേക്ക് പയ്യോളി ഉസ്താദും ഒറ്റ മിനിറ്റ് പയ്യോളി ഉസ്താദ് ഞാനൊന്ന് പറയട്ടെ. ഞാനും പയ്യോളി ഉസ്താദും കൂടി നേരെ ബോംബെയിലേക്ക് പോയി സംസാരം. എന്നിട്ട് അപ്പൊ എന്നോട് ചോദിച്ചു ഈ ജാലിയവാല മോശക്കാരനാണ് എന്നുള്ളത് നിങ്ങൾക്ക് എന്താ തെളിവ് എന്നോട് ഉപയോഗിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അദ്ദേഹം ശരീരത്തിന് പയ്യോളി ഉസ്താദും കേട്ടോളെ ശരീരത്തിന് വിരുദ്ധമായി ചെയ്യുന്ന കാര്യങ്ങൾ. അന്യപെണ്ണ് അദ്ദേഹത്തെ ചുംബിക്കുകയും അന്യപെണ്ണിനെ അദ്ദേഹം സ്പർശിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോ പയ്യോളി ഉസ്താദ് എന്നോട് ചോദിച്ചു നിങ്ങൾ ഒറ്റക്കാണോ കണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് ഞാൻ ഒറ്റക്കല്ല, നസീർ അസ്ഹരിയും ബഷീർ ബാക്കവിയും കണ്ടിട്ടുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു അത് അവര് ഏത് കണ്ടില്ലാന്ന്? കണ്ട ഒന്നാമത്തെ ദിവസം കണ്ടില്ലേ? ഏത് പറഞ്ഞത്? ഒന്നാമത്തെ ദിവസം കണ്ടിട്ടില്ല. അയാൾ പിന്നെ തലയിൽ വെച്ച് ഇതാക്കിട്ട് ചുംബിക്കുന്നത്. അല്ല ആ റൂമിന്ന് പുറത്തിറങ്ങിയതിന്റെ ശേഷം ഇയാൾ എങ്ങനെ ചുംബിക്കുന്നത് കണ്ടിട്ടില്ല. സുബ്ഹാന ജല്ല ജലാലു നമ്മൾ ജിഷാൻ ഡിസ്കണക്ട് മതി കഴിഞ്ഞു ജിഷാന്. അത് ബാത്തിലായി. ഞാനതല്ല പറഞ്ഞു. അത് പറയില്ല പറച്ചോനെ പേടിയുണ്ട്. എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാ. അസഹരിക്ക് പറച്ചോനെ പേടിയുണ്ട്. അത് ജിഷാൻ അസഹരി പറയില്ല. അസ്ഹരിക്ക് പഠിച്ചവനെ പേടിയുണ്ട്. ഞാൻ പറഞ്ഞെന്താണോട് അസ്ഹരി ജിഷാൻ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. കാരണം അസ്ഹരി അത് കാണുന്നില്ല. കാരണം അസ്ഹരി കണ്ടിട്ടില്ല എന്ന് തികച്ചു പറഞ്ഞു. ഇനി ആയില്ല. ഒരു മിനിറ്റ് ഏത് അസഹരി ഞാൻ പറഞ്ഞ അസ്ഹരി പറയില്ല. കാരണം അസ്ഹരിന് എനിക്കറിയില്ലേ. ഞാൻ ഈ വിഷയം അസ്ഹരിയോട് സംസാരിച്ചതാണ്. അപ്പൊ അന്യ പെണ്ണിനെ സ്പർശിക്കുന്നത് നിങ്ങൾ കണ്ടേയില്ല ഇയാള്? ഓക്കെ ഡിസ്കണക്ട് ചെയ്യോ? അല്ല കണ്ടതായിട്ട് മൂപ്പര് ഓർക്കുന്നില്ല എന്ന് പറഞ്ഞേ. ഓർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മൂപ്പര് കണ്ടിട്ടുണ്ട്. മൂപ്പര് ഓർക്കും. എന്തായാലും നോട്ട് ചെയ്യുന്ന പോകണ്ടല്ലേ? ഒരു മനുഷ്യൻ വലിയാന്ന് പ്രചരിപ്പിക്കുന്ന ഒരു മനുഷ്യൻ അന്യ പെണ്ണിനെ ചുംബിക്കുകയും ഞാൻ പറഞ്ഞു വഖദ് യുഖയ്യല അലൈക്കും ശൈത്താൻ പിശാച് നിങ്ങൾ അങ്ങനെ തോന്നിപ്പിച്ചിട്ടുണ്ടാവാം. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. കാരണം നിങ്ങൾ 3 പേര് നിൽക്കുന്ന സദസ്സിൽ നിങ്ങൾ മാത്രം അത് കാണുന്നു, ഇദ്ദേഹം അത് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കിക്കോ ഫഖദ് യുഖയ്യല അലൈക ശൈത്താൻ പിശാച് നിങ്ങൾ അത് തോന്നിപ്പിച്ചു എന്നുള്ളതിന് വ്യക്തമായ രേഖ ഒന്ന്. ശരി എന്നെ തോന്നിച്ചല്ലേ? അല്ലാതെ പിന്നെ എന്തുകൊണ്ട് അസഹരി കണ്ടില്ല? ജിഷാനെ അത് പോയി ജിഷാനെ അത് പാടകം പാടി. ഞാൻ പറഞ്ഞില്ലേ കാണാത്തോണ്ടൊരു കാര്യം ഞാൻ കണ്ടില്ലാണ്ടാവോ? ജിഷാന് 2 പേര് ഒന്നിച്ച് നിൽക്കുന്ന സദസ്സിൽ നിങ്ങളെന്ന വ്യക്തി കാണുന്നു.
പേര് ഒന്നിച്ചു നിൽക്കുന്ന സദസ്സിൽ നിങ്ങളെന്ന വ്യക്തി കാണുന്നു. ഇവിടെ ജിഷാൻ കട്ട് ചെയ്ത് പോയതാട്ടോ, ജിഷാൻ കട്ട് ചെയ്ത് പോയതാ. ഇപ്പൊ നിങ്ങൾക്ക് തിരിഞ്ഞില്ലേ സംഭവം? ഞാൻ അപ്പോഴോട് പറഞ്ഞു ചിലപ്പോ ജിഷാൻ കണ്ടിട്ടുണ്ടാവാം. ജിഷാൻ പറയുന്നത് ഒരു പക്ഷേ അവന്റെ സത്യത്തിൽ ഇതൊന്നുമില്ല എന്നുള്ളതാണ്. ഞാൻ അവനെ നന്നാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ജിഷാനെ നീ കണ്ടിട്ടുണ്ടാവാം, കാരണം ഓനെ വെറുപ്പിച്ചങ്ങാണ്ട് നമുക്ക് നന്നായി വരുന്നു വേണ്ടത്. അതിനുവേണ്ടി നീ കണ്ടിട്ടുണ്ടാവാം. സത്യത്തിൽ ജിഷാൻ പറഞ്ഞത് പാച്ച നുണയാണ്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, മറ്റുള്ളവർ കണ്ടിട്ടേ ഇല്ല. നസീർ അസ്ഹരി അവിടെ ഉണ്ട്. ഒരു പെണ്ണ് ഈ ജാരിയാവാലനെ ഉമ്മ വെക്കുന്നുണ്ടെങ്കിൽ അത് ഇവരുടെ മുമ്പിലാണെങ്കിൽ എന്തായാലും ഇദ്ദേഹം അത് കാണൂലെന്ന് മാത്രമല്ല, കണ്ടാൽ തന്നെ കണ്ടാൽ അത് മറക്കുവോ? ജീഷാൻ പറയാന് ഞങ്ങൾ കണ്ടു, ജീഷാനെ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിച്ചു. അത് നസീർ അസ്ഹരി പാച്ചയ്ക്ക് പറഞ്ഞു ഇല്ല ജിഷാനെ ഞാനത് കണ്ടിട്ടില്ല. അപ്പൊ പിന്നെയും ജിഷാൻ എന്താ ഉസ്താദേ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടതായിട്ട് ഒരു ഓർമ്മയില്ല ജിഷാനെ, ഇനി എന്നെ ഇങ്ങനെ പെടുത്തല്ലേ, ഞാൻ കണ്ടിട്ടില്ല. കാണാത്ത എങ്ങനെയാ ഞാൻ പറയാൻ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ രൂപത്തിൽ പച്ച നുണയാണ് ഈ വ്യക്തി പറയുന്നത്. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? ഇതിപ്പോ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല പച്ചക്കല്ല ഇയാൾ നുണർന്ന്? ഇനി എത്ര ഉണ്ട് ജിഷാനെ? ഇനി എത്ര ഉണ്ട്? ഇനിയും വരും. പയ്യോളുസ്താന്റെ മൈക്ക് പോയിട്ടുണ്ടോ ഉസ്താദേ? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. കേട്ടില്ലേ സുഹൃത്തുക്കളെ? എല്ലാരും കേട്ടില്ലപ്പോ? അൽഹംദുലില്ലാ. കണ്ടാ ഇവൻ മീനിട്ട് വെച്ച് ഇത് ഈ സംസാരത്തിൽ തുടക്കത്തിൽ എന്താ പറഞ്ഞത്? ഞങ്ങള് മൂന്നാളും കണ്ടതാണ് കണ്ടാ. എന്നിട്ടോ നസീർ അസ്ഹരി വിളിച്ചപ്പോ എന്താ പറഞ്ഞത്? ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ കണ്ടിക്കണില്ലേ? കണ്ടോ അവനാണ് പറയണേ, ഞാനങ്ങനെ കണ്ടതായിട്ട് ഓർക്കണില്ല എന്ന് പറഞ്ഞാ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പം പച്ച കള്ളം പറയണെന്ന്. ഇതിന് കൂടെ പോയ ആളാപ്പൊ ഈ പറയണത്, മനസ്സിലായോ? അത് വളരെ ബുദ്ധിപരമായ ഒരു പോയിന്റാണ് പയ്യോളുസ്താദാണ് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായോ? ചിന്തിച്ചു നോക്കൂ. ആ പോയത് നിങ്ങളിൽ, ഈ ശ്രോതാക്കളിൽപ്പെട്ട നിങ്ങളിൽ ആരെങ്കിലും ഒരാളായിരുന്നു എന്ന് വെക്കുക. എന്നിട്ട് ഈ ജാലിയൻവാല അങ്ങനെ ഒരു പെണ്ണിനെ അന്യപെണ്ണിനെ ചുംബിക്കുന്നതോ അന്യപെണ്ണ് ജാലിയൻവാലയെ ചുംബിക്കുന്നതോ കണ്ടിരുന്നു എന്ന് വെക്കുക. നിങ്ങളാരെയും മറക്കുമോ? അത് ശ്രോതാക്കളെ നിങ്ങളങ്ങനെ ഒന്ന് കണ്ടിക്കണി നിങ്ങൾ മറക്കുമോ? ഖിയാമത്ത് വരെ മറക്കുവോ? ഇല്ല. കണ്ടോ? അപ്പൊ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. പച്ചക്കള്ളം കണ്ടോ? കൂടെ പോയ ആളുകളെ കുറിച്ച് വരെ ഇത്ര നഗ്നമായി നുണ പറയാൻ മടിയില്ലാത്ത ഞങ്ങളുടെ നാട്ടില് പഴയ വയസ്സന്മാര് പറയലുണ്ട് നുണരാശിയിൽ ജനിച്ചതാണ്. ഇത് നുണ മാത്രം പറഞ്ഞിങ്ങനെ ശീലിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് പ്രായം ചെന്ന ആളുകൾ പറയും ഓരോരുത്തർക്കും ഓരോ നക്ഷത്രം ഉണ്ടാവും പറഞ്ഞ മറ്റേ ഇവരുടെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, നമ്മളെ മറ്റു സമുദായക്കാരുടെ ഇന്ന രാശിയിലാ ജനിച്ചിരിക്കുന്നത്. അപ്പൊ എന്ന് വയസ്സന്മാര് പറയലുണ്ടെന്ത് ഇവൻ നുണരാശിയിൽ ജനിച്ചവനാണ്. മനസ്സിലായോ? എന്നതുപോലെ നിങ്ങൾ കണ്ടില്ലിപ്പോ പച്ചക്കള്ളം പറയാ, പച്ചക്കള്ളം. മനസ്സിലായോ? എന്നിട്ട് പിന്നെ അതേ പറഞ്ഞ അവൻ ഇപ്പൊ അവസാനം പറഞ്ഞ എന്താണ്? അവര് രണ്ടാളും അവര് കണ്ടിട്ടില്ലെങ്കിലും ഞാൻ കണ്ടതാണ് ശരിയല്ലാതാവോ കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ ശരിക്ക് പറഞ്ഞാൽ ഈ അസൂയയും ഫിത്നയും തലേ കയറിയിട്ട് ഇവന് ശരിക്ക് വട്ട് തന്നെയാണ്. ആർക്ക്? ഇപ്പറഞ്ഞ ചങ്ങായിക്ക്. അത് പയ്യോളുസ്താദ് പറഞ്ഞു വളരെ കറക്റ്റാ. പിന്നെ അവനോട് നേരിട്ട് എനിക്ക് വട്ടാണെന്ന് പറഞ്ഞാൽ പിന്നെ ഓന്റെ സംസാരത്തിന് കിട്ടൂലല്ലോ. അപ്പൊ ഓനെ കിട്ടാനുള്ളിടത്തോളം അങ്ങോട്ട് പോരട്ടെ, ഓനൊന്ന് പിടിച്ചിട്ടൊന്ന് കിളിപ്പിലൊന്നാണ്ട് കെട്ടി തന്നെ വേണം എന്ന് തീരുമാനിച്ചിട്ട് ആ പയ്യോളുസ്താദ് ആ രൂപത്തിൽ സംസാരിക്കണേ. ശ്രോതാക്കൾക്ക് മനസ്സിലാകണ്ട. അങ്ങനെ കട്ടുമുറിച്ച് ക്ലിപ്പുണ്ടാക്കി ഉസ്താദുമാരെയും അല്ലാത്തവരെയും തെറ്റിദ്ധരിപ്പിച്ച് ഫിത്നയുണ്ടാക്കിയ ഈ ഫിത്നക്കാരനെ സാക്ഷാൽ ക്ലിപ്പ് കൊണ്ട് വടം നിർമ്മിച്ച്
അതിൽ കെട്ടിത്തൂക്കുകയാണ്, തൂക്കിക്കൊല്ലുകയാണ്. ക്ലിപ്പിന്റെ കയറുകൊണ്ട് കഴുത്ത് ഞെരിച്ച് തൂക്കിക്കൊല്ലുകയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് SGB-യിൽ. ഇവനെ മനസ്സിലാകണ്ട? ഇതിങ്ങനെ കേൾക്കുമ്പോ വേറെ ചിലർക്ക് ഇങ്ങനെ ഭ്രാന്ത് പിടിക്കുകയാണ്. പിടിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാറിയവനെ പേറിയാൽ പേറിയവൻ നാറും. SKSSF-ൽ തന്റേതുള്ള പലരും പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവനെ പൊക്കണ്ട, രാമന്തളിനെ പൊക്കണ്ട, ഇവരൊന്നും വിശ്വസിക്കാൻ പറ്റുന്നവരല്ല എന്ന് അപ്പുറത്തുള്ള തന്റേതുള്ള ചില SK-ക്കാർ പറഞ്ഞിട്ടുണ്ട്. ആ വിവരം ഞങ്ങൾക്കറിയാം. പക്ഷെ അതൊന്നും വകവെക്കാതെ എന്താണ് ഈ ടെസ്റ്റ് വളരെ അനിവാര്യമായ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ PM ചെയ്തുകൂടല്ലോ സുഹൃത്തുക്കളെ. സംസാരവും എല്ലാം വിഷയമെല്ലാം തെറ്റിപ്പോവും. പിന്നെ അപ്പൊ അത് അല്ലാതെ പറഞ്ഞത് ഇതായിട്ട് നമുക്ക് തെളിവ് എവിഡൻസ് ഇല്ലാത്ത പറയാൻ പറ്റൂല. കേട്ടാ, അതിനോട് എനിക്ക് PM ചെയ്ത ആളുകളോട് ചിലർക്കുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. ഇവിടെ നമ്മൾ പറയുമ്പോൾ എന്താണ് അതിന് തെളിവ് എന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനത്തെ മാത്രമേ ആരും പറയാവൂ. മനസ്സിലായില്ലേ? എന്നോട് ആള് പറഞ്ഞു, ഈ ആള് പറഞ്ഞു എന്നുള്ളതൊന്നും എന്തല്ല. നമ്മളിവിടെ വിഷയമായി തെളിവ് ഉദ്ധരിക്കരുത് എന്ന് പ്രത്യേകം ഞാൻ ഉണർത്തുകയാണ്. ആരാണെങ്കിലും മനസ്സിലായോ? ഇപ്പൊ ഞാൻ വിളിച്ചപ്പോ എന്നോട് അങ്ങനെ പറഞ്ഞിരിക്കണേ, മറ്റാൾ ഇങ്ങനെ പറഞ്ഞിരിക്കണേ, അതൊരാൾ മൈക്കെടുത്തിട്ട് ചോദിക്കുക എന്താണ് അതിന് തെളിവ്, എവിടെയാണ് തെളിവ് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. അപ്പൊ അത്തരം പ്രയോഗങ്ങൾ ആരും നടത്തരുത് എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഇവിടെ നമ്മൾ SGB-യിൽ പറയുമ്പോ SGB-യിൽ പറയുന്നതിന് എന്ത് വേണം? അതൊരാൾ ഇങ്ങോട്ട് ചോദ്യം ചെയ്താൽ അതിന് ഒന്നിരിക്കോ അഖലിയോ നഖലിയോ ആയ തെളിവ് വേണം. അത് കയ്യിലില്ലാത്ത ഒരു കാര്യം എന്ത് ചെയ്യരുത്? SGB-നെ മൈക്കെടുത്തിട്ട് പ്രിയപ്പെട്ട കൂട്ടുകാരും പറയരുത്. ഒന്നിരിക്കെ ആ പറയുന്നതിന് എന്ത് വേണം? അഖലിയായ തെളിവ് സമർത്ഥിച്ചു കൊടുക്കാൻ കഴിയണം, അല്ലെങ്കിൽ അതിന് നഖലിയായ തെളിവുകൾ കാണിച്ചു കൊടുക്കാൻ പറ്റണം. അല്ലാതെ മറ്റുള്ളവരെ പോലെ SK-ക്കാർ പറയുന്നത് പോലെ, അതുപോലെ തന്നെ വഹാബികൾ പറയുന്നത് പോലെ ഓരോരുത്തർക്കും തൊള്ളേ തോന്നിയത് പറയാ, തെളിവ് ചോദിക്കുമ്പോൾ എന്നിട്ട് എന്ത് ചെയ്യാ? ഞഞ്ഞമ്മിഞ്ഞം പറയാ. ആ ഒരു രീതി SGB സ്വീകരിച്ചിട്ടില്ല ഇക്കാലം വരേക്കും. അത് നമ്മളാരും അങ്ങനെ ഒരു ശൈലി സ്വീകരിക്കുകയും ചെയ്യരുത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അപ്പൊ ഏതാണെങ്കിലും ഇപ്പോ അവൻ പറയുന്നത് എന്താണ്? അവരൊന്നും കണ്ടിട്ടില്ലെങ്കിലും ഞാൻ കണ്ടതാണ് ശരിയല്ലാതാവോ? കണ്ടോ? അപ്പൊ അത്രയും പയ്യോൾ ഉസ്താദ് ഇങ്ങനെ ക്ഷമിച്ചതായിട്ട് കൊടുക്കണത്. ഇത് വാസ്തവത്തിൽ ഈ സംസാരമൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ അറിയുന്നുണ്ടത്. പയ്യോൾ ഉസ്താദ് ഈ വിഷയങ്ങളൊക്കെ ഞാനുമായി പങ്കുവെക്കാറുണ്ട്. മിക്ക ദിവസങ്ങളിലും ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഞങ്ങൾ ടെലിഫോണിൽ ഇത് സംബന്ധമായി സംസാരിക്കാത്ത ദിവസങ്ങൾ, വിഷയങ്ങൾ പങ്കുവെക്കാത്ത ദിവസങ്ങൾ വളരെ അപൂർവമാണ്. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ അവനൊന്നും കിട്ടണം. അവനുണ്ടല്ലോ എല്ലാരും ഈ പറ്റിച്ചിട്ട് നടക്കണേ. അപ്പൊ അവന്റെ യഥാർത്ഥ മുഖവും ചിത്രവും അവന്റെ ട്രൗസറൊന്നുണ്ട് SGB-യിലൂടെ അയക്കണം എന്ന് തീരുമാനിച്ചിട്ട് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അല്ലാഹു തആല പയ്യോൾ ഉസ്താദിന്റെ ആ ശ്രമങ്ങൾ വിജയത്തിലെത്തിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഉസ്താദിനെ ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാ വിഷയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പയ്യോൾ ഉസ്താദിന് തുണയാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് മൈക്ക് റിലീസ് ചെയ്യാണ്. ഇനി അടുത്തത് ഏതാണ്? ഇനി അതിന്റെ ബാക്കി ഭാഗങ്ങളാണോ അതോ ഇനി പയ്യോൾ ഉസ്താദ് ഉണ്ടോ? പയ്യോൾ ഉസ്താദ് നേരത്തെ മൈക്ക് പോയതായിരുന്നു. ഇനി നാളെ ആയിക്കോട്ടെ അല്ലേ? ആയിക്കോട്ടെ, ഇനി നാളെ. ബാക്കിയുള്ളതൊക്കെ ഇനി ഇത് തീർന്നില്ല കേട്ടാ. ഇപ്പൊ ഇന്നിപ്പോ കേട്ടത് എല്ലാവരും എന്ത് ചെയ്തോളി, റെക്കോർഡ് ചെയ്തവരൊക്കെ എന്ത് ചെയ്തോളി, കേട്ടോളി. ഇപ്പൊ ഇനി കേൾക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പകൽ സമയത്ത് നമ്മുടെ അഡ്മിന്മാര് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കേൾപ്പിക്കണം. കട്ടും തട്ടും ഒന്നുമില്ലാതെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ആളുകൾ അത് മറക്കരുത്. എല്ലാവരും ഒന്ന് പഠിക്കട്ടെ, SK-ക്കാരും പഠിക്കട്ടെ. മനസ്സിലായില്ലേ? അങ്ങനെ ഈ കിളിപ്പുവാലന്റെ വാലുമ തൂങ്ങി നടക്കണവരെല്ലാരും പഠിക്കട്ടെ. ആരാണിവൻ, എന്താണ് ഇവരെ പരിപാടി, എങ്ങനെയുണ്ട് സാധനം എന്നുള്ളത്. ഏതായാലും ഇപ്പോ നമ്മുടെ റൂമിൽ ഇതുവരെ ഇന്നലെയും ഇന്നും ഇതൊക്കെ കേട്ടവർക്ക് ബോധ്യപ്പെട്ടില്ലേ?
സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാ അൽഫ അൽഫ മറ. ഞാൻ മൈക്ക് വിട്ടു പയ്യോൾ ഉസ്താദിലേക്ക്. ബഹുമാനപ്പെട്ട തങ്ങളുണ്ട്, തങ്ങൾക്ക് എന്തോ പറയാനുണ്ട്. ഇനി പോണ്ട, ചോദ്യോത്തരം ഇവിടെ നടക്കുകയാണ് കേട്ടോ. ഇനി നിങ്ങൾ ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചോളി. ഇനിയാണ് ചോദ്യകർത്താക്കൾക്കുള്ള അവസരം. മനസ്സിലായില്ലേ? ഇവിടെ ചിലർക്ക് ഒരു സ്വഭാവമുണ്ട്. എന്താ, ഇവിടെ എന്തെങ്കിലും വല്ല പരിപാടി എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോ അപ്പൊ മൈക്കുതാ ഞാൻ വന്നിട്ട് മൈക്ക് കിട്ടിയില്ല എന്നൊക്കെ പറയും. ഇനി ചോദ്യകർത്താക്കൾക്കുള്ള അവസരമാണ്. ചോദിച്ചോളി, വന്നിട്ട് ചോദിക്കാനുള്ളതൊക്കെ ഇൻഷാ അല്ലാഹ്. സുന്നത്ത് ജമാഅത്തുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, ഞങ്ങളുടെ സംഘടനയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഞങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പറയും. അറിയാത്തത് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയും. മനസ്സിലായില്ലേ? ഉസ്താദുമാരോട് അന്വേഷിച്ച് പറയേണ്ടതാണെങ്കിൽ അപ്പൊ അത് അന്വേഷിച്ച് പറയും. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. എല്ലാവരെയും മൈക്കിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യം പയ്യോൾ ഉസ്താദ് മൈക്ക് എടുക്കട്ടെ. അസ്സലാമു അലൈക്കും. ഞാൻ മൈക്ക് വിട്ടു. എല്ലാവരെയും മൈക്കിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യം പയ്യോൾ ഉസ്താദ് മൈക്ക് എടുക്കട്ടെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ജസാക്കുമുല്ലാഹ്. മൈക്ക് എടുക്കട്ടെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ജസാക്കുമുല്ലാഹ്. അതായത് വേറെന്തും പറഞ്ഞു ഞാൻ പൈസ വാങ്ങിട്ട് അതായത് السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر. الحمد لله